അതായത് ഊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, സ്യൂച്ചർ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെന്ന് ഒന്ന് ക്ലീൻ അല്ലാത്ത കൊണ്ട് സ്യൂച്ചർ ചെയ്യാൻ പാടില്ല. പച്ചയിറച്ചി മണ്ണ് പറ്റിയ തുന്നി കൂട്ടാൻ പറ്റൂല. അതുപോലെ അതായത് കോടാനുകോടി സ്പേംസ് ഇങ്ങനെ വന്നു അതിനെ ബാക്കി ഓരോരുത്തരെ ആടിച്ച് കൊന്ന് തീർത്ത് കയറി വന്ന ഒരൊറ്റ വിജയിച്ച ഒരു സ്പേമാണ് മക്കളെ നമ്മൾക്കുള്ള കഴിവ്. അങ്ങനെ ജയിച്ചപ്പോൾ തന്നെ വിന്നേഴ്സായിട്ട് ജയിച്ചു നമ്മളാണ് അല്ലേ. അങ്ങനെയുള്ള നമുക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതി 1ാമത്തെ റാങ്ക് വാങ്ങുക എന്നുള്ളത് ഒരു പൂന്തോട്ടത്തിൽ പൂ വിൽക്കുന്ന ലാഘവം മാത്രമേ ഉള്ളെന്ന് ലോകത്തോട് വിളിച്ച് പറയേണ്ട സമയമുണ്ടാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം, റിപ്പീറ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ വന്ന് പരീക്ഷയ്ക്ക് ശേഷം ചോദിച്ചാൽ പറയാൻ നിങ്ങൾക്ക് കഴിയരുത്. അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ പ്രാക്ടീസിലൂടെ പോലെ ബാക്കി എല്ലാം നമ്മുടെ വഴിക്ക് വരും കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് എയ്ഡ് തീർക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ ലെങ്തിയാണ്. ഫസ്റ്റ് എയ്ഡ് വലിയൊരു ചാപ്റ്ററാണ്. പക്ഷേ ആ കഴിഞ്ഞതിന് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളതിനകത്ത്. എന്നാൽ കൂടിയും നമുക്കിത് അങ്ങനെ ചോദ്യം വന്നില്ല എന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ 3 ചോദ്യം ചിലപ്പോൾ കയറി ചോദിക്കാൻ പറ്റുന്ന പാകത്തുള്ള ഡെപ്തുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പഴയ സിലബസിൽ ഇല്ലാത്ത ഭാഗമാണ്, പുതിയ ഭാഗമാണ്. ഫസ്റ്റ് എയ്ഡ് ഫോർ അതർ ഡിസീസ് ആൻഡ് കണ്ടീഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് നോക്കുന്നത് പോയിസണിങ് ആണ്. പോയിസണിങ് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പഴയ പുസ്തകത്തിലുള്ള. എന്നാൽ ഇവിടെ നമുക്ക് നോക്കാം എന്താ പോയിസണിങ്. നമുക്കറിയാം, ഇറ്റ് occurs when an animal consumes a toxic substance or venom or other animal. അല്ലേ, മറ്റൊരു അനിമലിൻ്റെ വിഷം വെനത്തിന് വിഷം എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ വെനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ബ്ലഡിൽ കലർന്നാൽ മാത്രം നമുക്ക് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം വെനം എന്ന് പറയുക. അപ്പോൾ വിഷം അതല്ല. വിഷം എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള എന്ത് സാധനം നമ്മൾ ഓറലി കഴിക്കുന്ന സാധനം വിഷം എന്ന് പറയുമ്പോഴത്തേക്കും. വെനം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രധാനമായിട്ടും പാമ്പുകൾക്കാണ് വെനം ഉള്ളത് അല്ലേ. പാമ്പുകൾക്കാണ് വെനം എന്ന് പറയുന്ന സാധനം ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പോയിസണിങ്. ഇറ്റ് occurs when an animal consumes a toxic substance അല്ലെങ്കിൽ വെനം. ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് കേടായിട്ടുള്ള ഒരു സാധനം കഴിക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു വെനമസ് ആയിട്ടുള്ള അനിമൽ കഴിക്കുമ്പോഴോ ഉണ്ടാകുന്ന സാധനം പോയിസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും. പാമ്പ് തന്നെ ആവണമെന്നില്ല, തേള് കടിച്ചാൽ പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ അതിന് വെനമുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ കലർന്നാൽ നമുക്ക് ഒരു അലർജിക് റിയാക്ഷനോ ഒരുപക്ഷെ ഈവൻ ഡെത്തിനോ കാരണമാകാൻ പാകമായിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് വെനം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ സാധനങ്ങൾ മൂലം നമുക്ക് എന്തുണ്ടാവുക, പോയിസണിങ് ഉണ്ടാവുക. പോയിസണിങ് കോസസ് ഡെലിറ്റീരിയസ് എഫക്റ്റ് ഓൺ ദ അനിമൽ ആൻഡ് ക്യാൻ ഈവൻ ബി ലൈഫ് ത്രെട്ടനിങ് അല്ലേ. ഡെലിറ്റീരിയസ് ആയിട്ടുള്ള എഫക്റ്റ്. എന്താ ഡെലിറ്റീരിയസ് ആയിട്ടുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ദോഷകരമായിട്ടുണ്ടാകുന്ന അവസ്ഥകൾ, അങ്ങനെയുള്ള എഫക്റ്റുകൾ, അതിനാണ് ഡെലിറ്റീരിയസ് എഫക്റ്റ് എന്ന് പറയുക. പലതരത്തിൽ, ചിലപ്പോൾ അലർജിക് റിയാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് വേറെ പല കാര്യം ഇക്ടറസ് അല്ലെങ്കിൽ ഇന്റേണൽ ഹെമറേജ് പോലുള്ള സാധനങ്ങൾ. ചിലപ്പോൾ ഈ പോയിസനെ കഴിച്ച് നമ്മൾ ചോരയ്ക്ക് ഛർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ, അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡെലിറ്റീരിയസ് എഫക്റ്റുകൾ ഉണ്ടാക്കാം. അതുപോലെ എന്താണ് ലൈഫ് ത്രെട്ടനിങ്ങുമായിട്ട് മാറാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നമ്മൾ പനാമറൊക്കെ എടുത്ത് കുടിച്ചാൽ ഇതായിരിക്കും അവസ്ഥ അല്ലേ. അനിമൽസ് മേ സ്വാളോ. അനിമൽസ് എന്ത് സംഭവിക്കാം, ഈ സാധനങ്ങൾ കഴിച്ചു പോകാം അറിയാതെ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴിക്കില്ല, അറിയാതെ കഴിച്ചു പോകുന്നതാണ്. ഇൻഹെയിൽ ചെയ്യപ്പെടാം ചിലപ്പോൾ അല്ലേ. അല്ലെങ്കിൽ എന്താണ് അബ്സോർവ് പോയിസണോ ടോക്സിക് സബ്സ്റ്റൻസ് ത്രൂ സ്കിന്ന് വഴി എന്താണ് ഈ പോയിസണോ ടോക്സിക് സബ്സ്റ്റൻസോ അബ്സോർവ് ചെയ്യപ്പെടാം. ഈ വഴിയിലൊക്കെയാണ് സാധാരണ പോയിസണിങ് ഉണ്ടാവുക. അതുപോലെ ചില സമയത്താണ് സംടൈംസ് ഇറ്റ് മേ ബി ഈവൻ ഇൻജക്റ്റഡ് ടു ദ ആനിമൽ. മെഡിസിൻ ഓർ ഓവർഡോസ് എന്തായിട്ട് മാറാം, പോയിസണിങ് ആയിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഡേഞ്ചറസ് ആയിട്ട് മാറാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പൊതുവേ നമ്മളൊന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ അല്ലേ. നമുക്ക് എന്തറിയാം, എന്താണ് ഒന്ന് നോക്കാം. ഇറ്റ് occurs when an animal consumes a toxic substance. ഒരു വിഷപദാർത്ഥം കഴിക്കുകയോ അല്ലെങ്കിൽ വെനം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഗതികളാണ്. അതുപോലെ പോയിസണിങ് ഉണ്ടായാൽ ഡെലിറ്റീരിയസ് എഫക്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അനിമൽസ് ഒന്നിൽ കഴിക്കും, അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്യുക, അല്ലെങ്കിൽ സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പോയിസണിങ് വരിക. അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്താൽ പോലും അത് പോയിസണസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ യൂഷ്വലി ഫാം അനിമൽസ് ക്യാൻ ഗെറ്റ് പോയിസൺഡ് ബൈ ഈറ്റിംഗ് പ്ലാന്റ്സ് ദാറ്റ് കണ്ടെയ്ൻ പോയിസണസ് സബ്സ്റ്റൻസ് ഓർ ആക്സിഡൻ്റലി ഇൻജസ്റ്റിംഗ് യൂറിയ, റോഡൻറ്റിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് എക്സെട്ര. സാധാരണ ഫാം അനിമൽസിന് എവിടെ നിന്നാണ് പോയിസണിങ് കിട്ടുന്നത്? നമ്മുടെ മൈമോസിൻ പോയിസണിങ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. മൈമോസ ജൈജാൻഡിക്ക ഏതാണ്, ആനത്തൊട്ടാവാടി അല്ലേ. പിന്നെന്താ ഓർമ്മയുണ്ട്, മൈമോസിന് വേറെ എണ്ണം ഉണ്ട്, എക്സാമ്പിൾ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ HCN പോയിസണിങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് 4 പറഞ്ഞു തന്നിട്ടുണ്ട്. 2 ടെക്സ്റ്റിലുള്ളൂ, 4 പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം.
അപ്പോൾ ഇത്തരത്തിൽ പോയിസണിങ് അല്ലേ, എന്താണ് ഫാം ആനിമൽസ് ഇത്തരത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റ്സ് കഴിക്കുമ്പോഴത്തേക്കും പോയിസണിങ് ഉണ്ടാകാം. അതല്ലെങ്കിൽ ആക്സിഡന്റൽ ഇഞ്ചക്ഷൻ അല്ലേ, ആക്സിഡന്റലി അറിയാതെ എങ്ങനെ യൂറിയ പോലുള്ള പദാർത്ഥങ്ങൾ കഴിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റോഡന്റിസൈഡുകൾ എന്താണ് എലിവിഷം പോലുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് അല്ലേ ഡൈക്ലോവാസക പോലുള്ള സാധനങ്ങൾ എങ്ങാനും നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്നു അത് തിന്നു കഴിഞ്ഞാലൊക്കെയാണ് എന്തുണ്ടാവുക, സാധാരണ പോയിസണിങ് ഉണ്ടാവുക. അപ്പോൾ പോയിസണിങ് കാസ് എന്തൊക്കെ, മൈനർ ഇറിറ്റേഷൻ ഉണ്ടാകാം, മൈൽഡ് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, വയറുവേദന ഉണ്ടാകാം, ഡൾനെസ് ഉണ്ടാകാം, റെഫ്യൂസൽ ടു ഫീഡ് ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. സിവിയർ കേസസിൽ അഫക്റ്റഡ് അനിമൽസ് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, സഡൻ മസ്കുലർ ട്രെംബ്ലിങ്ങും കൺവൾഷൻസും, വായിന്ന് നൊരയും പതയും വരിക, ഡെത്ത് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോയിസണിങ് ഉണ്ടായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. നമുക്കറിയാം ഒരു പശു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിസൺ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും മക്കളെ, ചിലപ്പോൾ ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക, ചെറിയ ഡോസിൽ മാത്രമേ പോയെങ്കിൽ. പിന്നെന്താണ്, വയറുവേദന ഉണ്ടാവും പോയിസണിങ് പോയി കഴിഞ്ഞാൽ. അടുത്ത ഡൾനെസ്, ക്ഷീണം ഉണ്ടാവും അല്ലേ, ഡിപ്രഷൻ കിടന്നു കളയും അല്ലേ, അതുപോലെ ആഹാരം കഴിക്കില്ല. ഇതാണ് ഒരു മൈൽഡ് കേസിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും. സിവിയർ കേസാണെങ്കിലോ എന്താണ്, സഡൻ ആയിട്ടുള്ള മസ്കുലർ ട്രെംബ്ലിങ്, മസിലിൻ്റെ വിറയിൽ മസ്കുലർ ട്വിച്ചിങ് പറഞ്ഞ ഏതാണ്, സ്ട്രിക്നിങ് പോയിസണിങ്. ഏതാണ്, സ്ട്രിക്നസ് നെക്സോമിക്കാണ് സ്ട്രിക്നിങ് പോയിസണിങ് കാരണമാകുന്നത്, ഓർമ്മയുണ്ടല്ലോ. വളരെയധികം എന്താണ് കൺവൾഷൻസ് ഒക്കെ വന്നിട്ടുള്ള മരണമാണെന്ന് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നോക്കുക, സഡൻ മസ്കുലർ ട്രെംബ്ലിംഗ് ഉണ്ടാകും, കൺവൾഷൻസ് ഉണ്ടാകും, എക്സസീവ് ഫ്രോത്തിങ് ഫ്രം മൗത്ത്, വായിന്ന് നൊരയും പതയൊക്കെ വരും, ചത്തുപോകും. ഇതാണ് പോയിസണിങ് ഉണ്ടായാലുള്ള അവസ്ഥ. അപ്പോൾ ഡിഫറെൻറ്റ് ആനിമൽസ് ആർ അലർജിക് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. പല ആനിമൽസിനും പ്രത്യേകം പല പ്ലാന്റ്സിനോട് അലർജി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ വിശദമായിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ പ്ലാന്റ്സ് ആണ് എന്തിന് കാരണമാകുന്ന പോയിസണിങ് കാരണമാകുന്ന പഠിച്ചിട്ടുണ്ട്. ഏജ് ഓഫ് അനിമൽ ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ കാര്യം, യങ് അനിമൽസ് ആർ ജനറലി മോർ സസെപ്റ്റബിൾ ടു ഡിസീസസ് ആൻഡ് ഇൻഫെക്ഷൻസ് ദാൻ ഓൾഡർ വൺസ്. സാധാരണ യങ് ആകുമ്പോഴത്തേക്ക് എന്താണ്, പൊതുവേ അവരുടെ എന്ത് കുറവായിരിക്കും, രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, പിന്നെ അവ ഭയങ്കര വീക്കായാലും വാട്ടവർ എന്തായാലും ഇവർക്കാണ് കൂടുതൽ എന്ത് വരുന്നത്, ഈ പോയിസണിങ് എല്ലാം വരുന്നത് കൂടുതലും യങ് അനിമൽസിലാണ് എന്ന് ഒരു പോയിന്റ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അതൊരു പോയിന്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക തന്നെ വേണം അല്ലേ. ഇത് വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ്. യങ് അനിമൽസ് ആർ ജനറലി മോർ സസെപ്റ്റബിൾ ടു ഡിസീസസ് അല്ലേ, ഡിസീസസിനും ഇൻഫെക്ഷനും കൂടുതൽ സസെപ്റ്റബിൾ യങ് അനിമൽസ് ആണ്, മറന്നു പോകണ്ട, മാറിപ്പോകണ്ട. ഇനി നോക്കാം, ഇൻ കേസ് ഓഫ് പോയിസണിങ് പേ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ടു അഫക്റ്റഡ് അനിമൽ, നമ്മൾ അറ്റൻഷൻ കൊടുക്കണം അല്ലേ, ശ്രദ്ധിക്കണം. If the route of poisoning is through ingestion, then purgatives may be given to the animal. എന്താ പർഗേറ്റീവ് എന്ന് പറഞ്ഞാൽ, പർഗേറ്റീവ് നമ്മൾ ലാക്സേറ്റീവ് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ആർട്ടിഫിഷ്യൽ കൊളസ്ട്രോളെ ബന്ധപ്പെടുത്തി പഠിച്ചപ്പോഴത്തേക്കും ലാക്സേറ്റീവ് എഫക്റ്റ് എന്തിന് കൊളസ്ട്രോളിനുണ്ടെന്നും, അതുപോലെ ആർട്ടിഫിഷ്യൽ കൃത്രിമമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും 2 ml കാസ്റ്റർ ഓയിൽ ചേർക്കണമെന്നും പഠിച്ചിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ എന്താണ് ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വയറൊന്ന് അയഞ്ഞു പോകാൻ വേണ്ടി, വയറ്റിനകത്തുള്ള മെക്കോണിയം റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത്, നമുക്കറിയാം. അല്ലെങ്കിൽ കൊളസ്ട്രോളിന് നോർമലി ഒരു ലാക്സേറ്റീവ് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പർഗേറ്റീവ് എന്നതിൻ്റെ അങ്ങേ അറ്റത്തെ സാധനമാണ്, ഊപ്പാട് വരും. അപ്പോൾ 2 ml പകരം നിങ്ങൾ 5 ml ആവണക്കെണ്ണയാണ് അതിലത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അത് പർഗേറ്റീവായിട്ട് മാറും, അത് വയറിളക്കം നിൽക്കാത്ത അവസ്ഥയാവും. നിങ്ങൾ ഇത് ആവണക്കെണ്ണ തൊട്ട് നാക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കുടുക്കമൊക്കെ ഉണ്ടാവും, അങ്ങ് ലൂസായിട്ട് പോകുന്നേ ഉള്ളൂ. അതേസമയം ഒരു 3 ml ആവണക്കെണ്ണ എടുത്ത് കുടിച്ചു, അല്ലെങ്കിൽ ഒരു കരണ്ടിയിൽ അരക്കരണ്ടി എടുത്ത് കുടിച്ചു നോക്ക്, അത് പർഗേറ്റീവാ. അപ്പോൾ വയറ്റിനകത്ത് എന്തുണ്ടോ അത് കഴുകി പോകുന്നതിൻ്റെ അവസ്ഥയായിരിക്കും, അതാണ് അവസ്ഥ. അപ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ വിഷം കഴിച്ചു, കൂട്ടത്തിൽ ആവണക്കെണ്ണ കഴിച്ചു, ആവണക്കെണ്ണ വെച്ചാൽ ഇത് അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കാതെ കഴുകി അങ്ങ് പോവുക, ഇളവി അങ്ങ് പോവുക. പിന്നെ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിച്ച് അകം ഇങ്ങനെ കഴുകി വൃത്തിയാക്കാം, അതാണ് പരിപാടി. അപ്പോൾ എന്താണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എന്തിൻ്റെ റൂട്ട് ഓഫ് പോയിസണിങ്, ക്ഷമിക്കണം അഡ്മിനിസ്ട്രേഷൻ അല്ല പോയിസണിങ് എന്താണെങ്കിൽ ഓറൽ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ പർഗേറ്റീവ്സ് എന്താണ് ഒരു നല്ലൊരു ഓപ്ഷനാണ്. ആവണക്കെണ്ണ കുറച്ച് കൂടുതലും കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇളവി അടിച്ചങ്ങ് പൊക്കോളും. പക്ഷേ നമ്മുടെ എന്ത് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ പാലക്കാണ് കുടിച്ചെങ്കിൽ അകത്ത് പോയി എന്താകും, ആസിഡ് കൊണ്ട് കിടക്കുകയില്ല, അകത്ത് പോയി കട്ടയാവും. അങ്ങനെ ഈ പർഗേറ്റീവ് ഒന്നും കൊടുത്താൽ പോവുകയില്ല. ബാക്കിയുള്ള വിഷാംശങ്ങൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും പർഗേറ്റീവ് നല്ലതാണ്. അതുപോലെ അണ്ടർ ഫീൽഡ് കണ്ടീഷൻസ് ആനിമൽസ് മേ ബി ഫെഡ് വിത്ത് ക്രഷ്ഡ് കോൾ. നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആക്ടിവേറ്റഡ് ചാർക്കോളിന് ഒരു പ്രത്യേകതയുണ്ട്, അതൊരു യൂണിവേഴ്സൽ ആൻറ്റിഡോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് ഫോർ പോയിസണിങ്, വിഷ പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്. ആൻറ്റിഡോട്ട് മറുമരുന്ന് മാത്രമേ അർത്ഥമുള്ളൂ, ആൻറ്റിഡോട്ട് എന്ന് കേട്ടോ, മറുമരുന്ന്, യൂണിവേഴ്സൽ മറുമരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്രഷ്ഡ് ചാർക്കോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളിനെ പറയാം. എന്താ ചാർക്കോൾ നമുക്കറിയാം, എന്താണ് കരിയാണ് അല്ലേ. കരിക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണ് അബ്സോർബൻ്റ് ആണ്, നല്ലൊരു അബ്സോർബൻ്റ് ആണ്, പ്രത്യേകിച്ച് ടോക്സിക് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു അബ്സോർബൻ്റ് ആണ്. പൊടിച്ച കരി കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സാധനത്തിനെ അകത്തുള്ളതിനെ അബ്സോർബ് ചെയ്തെടുക്കും. എന്ത്, ഈ പറഞ്ഞ വിഷാംശത്തിനെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ ഫീൽഡ് കണ്ടീഷനിൽ ക്രഷ്ഡ് കോൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, ആക്ടിവേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചാർക്കോൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, ആൻറ്റിഡോട്ട് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ആനിമൽ ഈസ് സസ്പെക്റ്റഡ് ടു ബി പോയിസൺഡ് ത്രൂ സ്കിൻ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലാണ് മറ്റേ കട്ടിയാണേ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ കഴിച്ചിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ 2 പോയിന്റുകൾ പഠിച്ചു. നല്ല പോയിന്റാണ്, ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റാണ്. ഇതിപ്പോൾ ചോദിക്കും കേട്ടോ, ക്രഷ്ഡ് കോൾ അല്ലെങ്കിൽ പർഗേറ്റീവ്സ് ചോദിക്കും. ഇത് നിങ്ങൾ നോക്കിക്കോ, 1 മാർക്ക് ഇവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ്. അണ്ടർ ഫീൽഡ് കണ്ടീഷൻസ് ദ അനിമൽ മേ ബി ഫെഡ് വിത്ത് ക്രഷ്ഡ് കോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ. എന്താണത്? ഇറ്റ് ഈസ് ആൻ യൂണിവേഴ്സൽ ആന്റിഡോട്ട് ഫോർ പോയിസണിങ്. അല്ലെങ്കിൽ ചോദ്യം എങ്ങനെയായിരിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ആന്റിഡോട്ട് ഫോർ പോയിസണിങ് എന്ന് അറിയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ക്രഷ്ഡ് കോളാണ്. കോൾ കരി, കൽക്കരി അല്ല, കരി. ഓക്കെ. അതുപോലെ എന്താണ് പർഗേറ്റീവ്സ്? പർഗേറ്റീവ്സ് എന്താണ്? പർഗേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിവിയർ ഇവാക്യുവേഷൻ ഓഫ് ബവൽസ് എന്ന് വേണമെങ്കിൽ പറയാം. സിവിയർ ആയിട്ടുള്ള ബവൽ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്, ബവൽ എന്താണ് നമുക്കറിയാം, നമ്മുടെ എന്താണ് വൻകുടലിൻ്റെ അവസാന ഭാഗത്തുള്ള നമ്മുടെ ഫീസിസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബവൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇവാക്യുവേഷൻ ഓഫ് ബവലാണ്, ബവലിന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ് നമ്മൾ ലാക്സേറ്റീവ്സ്. പക്ഷേ സിവിയർ ഇവാക്യുവേഷൻ ഓഫ് ബവൽ എന്ന് പറയുമ്പോഴത്തേക്കും പർഗേറ്റീവ്സ് ആണ്, അങ്ങേ അറ്റമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്റേണലി ആണെങ്കിൽ 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇഫ് ദ ആനിമൽ ഈസ് സസ്പെക്റ്റഡ് ടു ബി പോയിസൺഡ് ത്രൂ സ്കിൻ ഇറ്റ് മസ്റ്റ് ബി തറൗലി വാഷ്ഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. സ്കിന്ന് വഴിയാണ് ഈ പോയിസൺ ഉള്ളിൽ വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോപ്പും വെള്ളവും വെച്ച് കഴുകുക, നന്നായിട്ട് കഴുകുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാമ്പ് കടിച്ചാലും കഴുകാം, പട്ടി കടിച്ചാലും കഴുകാം അല്ലേ. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും സ്കിന്നിൽ എന്താണ് വിഷാംശം പെരണ്ടു, അതും കഴുകി കളയണം കേട്ടോ. അതുപോലെ അതിനുശേഷം എന്ത് ചെയ്യണം, വെറ്റിനറി അഡ്വൈസ് നമ്മൾ തേടണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അടുത്ത സൺസ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക്. നമ്മളിൽ പലർക്കും വന്നിട്ടില്ല, പക്ഷേ പലപ്പോഴും നമ്മൾ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരം കേൾക്കുന്ന പരിപാടിയാണ്, പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ അല്ലേ. അതായത് നോർമലി പ്രതീക്ഷിക്കാത്ത സണ്ണിലേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് എന്ത്, സൂര്യാഘാതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹീറ്റ് സ്ട്രോക്ക്. It is an emergency condition that occurs due to muscular exertion of the animal in high environmental temperature and humidity. അപ്പോൾ എന്താ സൺസ്ട്രോക്ക് എന്ത് കാരണമാക്കുന്നു? ഹൈപ്പർ തെർമിയയ്ക്ക് കാരണമാകുന്നു. ഹൈപ്പർ കൂടുതൽ, തെർമിയ ചൂട്, ശരീരത്തിൻ്റെ ഊഷ്മാവ് അബ്നോർമലി അങ്ങ് ഉയരുന്നു. എന്ത് കാരണത്താൽ? ആംബിയൻ്റ് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഉയരുമ്പോൾ ഈ നമുക്ക് നോർമലായിട്ട് ഈ അനിമലിന് എന്ത് ചെയ്യാനുള്ള, അതിനോട് ഇണങ്ങിച്ചേരാനുള്ള കഴിവിനേക്കാൾ അപ്പുറം ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, അതിൻ്റെ ടെമ്പറേച്ചർ കൂടും, അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടും. അത് എന്തിൽ അവസാനിക്കും? ഹൈപ്പർ തെർമിയയിൽ അവസാനിക്കും. നമ്മൾ ഹോമിയോസ്റ്റാസ് പഠിച്ചിട്ടില്ലേ? നമ്മൾ എന്താ ഹോമിയോസ്റ്റാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആംബിയൻ ടെമ്പറേച്ചറിൽ പുറമേ ഉള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ബോഡിയെ അതിനനുസരിച്ച് വ്യത്യാസം വരുത്താനുള്ള കഴിവിന് എന്താ വിളിക്കുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോ, താഴെ കമന്റ് ചെയ്തോ കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഇവിടെ എന്താ ഹൈപ്പർ തെർമിയയ്ക്ക് കാരണമാകുന്നു. ആംബിയന്റ് ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും അതിനെ നമ്മൾ സൺസ്ട്രോക്ക് എന്ന് വിളിക്കുന്നു, മറ്റൊരു പേര് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഹൈപ്പർ തെർമിയ? ഹൈപ്പർ തെർമിയ ഈസ് ദ എലിവേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ എബവ് 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ. 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലേക്ക് ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യുന്നതിനെന്ന് വിളിക്കുക ഹൈപ്പർ തെർമിയ എന്ന് വിളിക്കുക. അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടോ. 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലേക്ക് ഉയരുന്ന ബോഡി ടെമ്പറേച്ചർ ഉയരുമ്പോൾ എന്ന് വിളിക്കും? ഹൈപ്പർ തെർമിയ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നോക്കാം, സൺസ്ട്രോക്ക് കോസസ് ഇൻക്രീസ്ഡ് ഹാർട്ട് ആൻഡ് റെസ്പിറേഷൻ റേറ്റ്. എന്തൊക്കെ ഉണ്ടാക്കും? ഹാർട്ട് റേറ്റ് വർദ്ധിക്കും. ഹാർട്ട് റേറ്റ് വർദ്ധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മുടെ ശരീരം ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. റെസ്പിറേഷൻ റേറ്റ് വർദ്ധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ശരീരം നേരത്തെ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്. നേരത്തെ ക്ലാസ് കാണാത്തൊരു കണ്ടു നോക്കണം കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ഹോമിയോസ്റ്റാസും ക്ലൈമറ്റിക് അഡാപ്റ്റബിലിറ്റിയും പഠിച്ചിട്ടുണ്ട്. അതുപോലെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും അല്ലേ. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്ത് സംഭവം എന്താണ്? റെസ്പിറേഷൻ കൂടും, അവസാനം വലിച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അതുപോലെ ഈവൻ കൺവൾഷൻസ് ഉണ്ടാകും. ഇവഞ്ച്വലി ഫോളോഡ് ബൈ അനിമൽസ് ഡെത്ത്, പെടഞ്ഞ് വീണ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് സംഭവിക്കുക.
മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ബോധം കെട്ട് വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? സൂര്യാഘാതം ബാധിച്ചു. ചിലപ്പോൾ സൂര്യാഘാതം നമ്മൾ പൊള്ളലായിരിക്കും ഉദ്ദേശിക്കുന്നത്, പൊള്ളലല്ല സംഭവം. അതായത് സൂര്യാഘാതം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുകളിൽ പൊള്ളിയതൊക്കെ ഫോട്ടോ, എന്നെ സൂര്യാഘാതം, സൂര്യൻ എന്ത് കടിച്ചാ കയറി? അല്ല, അതൊന്നുമല്ല. ഇവിടെ മാത്രമല്ല സൂര്യാഘാതം വരുന്നത്. സൂര്യാഘാതം വരുന്നത് ഓവറാൾ എന്താണ്? ഓവറാൾ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് നടക്കുന്നില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് ബാക്കി സിസ്റ്റംസ് എല്ലാം തകരാറിലാവും, നമ്മൾ വീഴും. കൃത്യമായ സമയത്ത് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചത്തും പോകും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ എന്താണ് സൺസ്ട്രോക്ക്? സൺസ്ട്രോക്ക് കാസസ് ഇൻക്രീസ്ഡ് ഹാർട്ട് ആൻഡ് റെസ്പിറേഷൻ റേറ്റ്, റെസ്റ്റ്ലെസ്നെസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് സംടൈംസ് ഈവൻ കൺവൾഷൻസ്. ബ്രെയിനിൽ അല്ലെ നെർവസ് സിംറ്റംസ് ആയിട്ടുള്ള കൺവൾഷൻസ് ഉണ്ടാക്കും. ഇവൻച്വലി ഫോളോഡ് ബൈ അനിമൽസ് ഡെത്ത് ഇഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഗിവൺ. ഇനി എന്താ ട്രീറ്റ്മെൻറ്റ്? In case of heat stroke, one must first aim at reducing the animal's body temperature. നമുക്കറിയാം അനിമലിൻ്റെ ബോഡി ടെമ്പറേച്ചറാണ് കൂടിയിരിക്കുന്നത്. ഏതൊക്കെ വഴി തണുപ്പിക്കാൻ പറ്റുമോ ആ വഴിയൊക്കെ തണുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ആ സമയത്തുള്ള ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ എന്താ നോക്കുക? ദ ആനിമൽ മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്ലി മൂവ് ടു എ കൂൾ ആൻഡ് വെന്റിലേറ്റഡ് ഏരിയ. അല്ലെ, ഒരു തണുത്ത സ്ഥലത്തേക്ക് മാറ്റുക, നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്തേക്ക് മാറ്റുക. കോൾഡ് വാട്ടർ മസ്റ്റ് ബി പോർഡ് ഓൺ ഇറ്റ്സ് ബോഡി. ഉറപ്പായിട്ടും തണുത്ത വെള്ളം മേത്തൊഴിക്കുക ഫസ്റ്റ്. ബിസൈഡ്സ് ആഡിക്വേറ്റ് ഗ്ലൂക്കോസ് ആൻഡ് വാട്ടർ മസ്റ്റ് ബി ഗിവൺ ടു ദ അനിമൽ ഓറലി. കുടിക്കാനായിട്ട് ഗ്ലൂക്കോസും തണുത്ത വെള്ളവും കൊടുക്കുക. അതുപോലെ കോൾഡ് വാട്ടർ എനിമ മേ ആൾസോ ബി അഡ്മിനിസ്ട്രേഡ്. എനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് വഴിയടാ? നമ്മുടെ ഏനസ് വഴിയല്ലേ? ഏനസ് വഴി തണുത്ത വെള്ളം അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റാവുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് തണുപ്പിക്കാനുള്ള വഴിയായി അല്ലേ? ഇത്ര വഴിയല്ലേ ഉള്ളൂ. മൂക്കിനകത്ത് അടിച്ച് കയറ്റാൻ പറ്റുമോ? തണുത്ത വെള്ളം പറ്റൂല. വായ്ക്കകത്തും തണുത്ത വെള്ളം കൊടുക്കുക, ഗ്ലൂക്കോസും കൊടുക്കുക, ബാക്കിൽ നിന്നും കുറച്ച് തണുത്ത വെള്ളം അടിച്ച് കയറ്റി കൊടുക്കുക. പിന്നെ പുറമേ തണുത്ത വെള്ളം ഒഴിക്കുക. പിന്നെ നല്ല തണുത്ത സ്ഥലത്തേക്ക് മാറ്റുക. പിന്നെന്താണ്? നല്ല വെന്റിലേഷൻ ഉള്ള ഏരിയയിലേക്ക് മാറ്റുക. ഓക്കെ അല്ലേ? അതുപോലെ വെറ്റിനറി ഹെൽപ്പ് ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് റിക്കവറി ഓഫ് ദി ആനിമൽ. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ആനിമൽ ഒന്ന് സന്തോഷവാനാകുമായിരിക്കും. പക്ഷേ കംപ്ലീറ്റ് റിക്കവറിക്ക് എന്താവശ്യമാണ്? വെറ്റിനറി എയ്ഡ് ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? പോയിസണിങ് എങ്ങനെയൊക്കെ ഉണ്ടാവും നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പോയിസണിങ് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോളും പഠിച്ചു, പർഗേറ്റീവ്സും പഠിച്ചു. അതുപോലെ ഇവിടെ എന്താ പഠിച്ചത്? ഇവിടെ പല ഹൈപ്പർ തെർമിയ ടേം പഠിച്ചു. ഹൈപ്പർ തെർമിയ 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ ടെമ്പറേച്ചർ ഉയർന്ന ഹൈപ്പർ തെർമിയ. അതിനുശേഷം അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല? നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അത് വീഴും, മടന്നടിച്ച് വീഴും അല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ചത്തും പോകും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തണുപ്പിക്കാനാണ് നോക്കേണ്ടത്. ആദ്യം കൊണ്ടുപോയി ഒരു കൂൾ വെന്റിലേറ്റഡ് ഏരിയയിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ ആൾക്കാർ കൂടി നിൽക്കാതെ നമുക്ക് നല്ല വെന്റിലേഷൻ ഉറപ്പാക്കുക. ഇപ്പം മേത്ത് തണുത്ത വെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം കഴിയുമെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അതിൻ്റെ കൂടെ ഗ്ലൂക്കോസും അതുപോലെ അതും വർക്കൗട്ട് ആവണില്ല, പിന്നെയും തണുപ്പിക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കോൾഡ് വാട്ടർ എനിമയും നമുക്ക് കൊടുക്കാം. എനിമ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാക്ക് വഴി അല്ലേ, ഏനസ് വഴി തണുത്ത വെള്ളം അടിച്ചു കയറ്റുക. ഇതാണ്. ഇനി അടുത്ത ഇലക്ട്രോക്യൂഷൻ. എന്താ ഇലക്ട്രോക്യൂഷൻ എന്ന് പറഞ്ഞാൽ? കറണ്ട് അടിക്കുക, ഇത്രയേ ഉള്ളൂ. കറണ്ട് അടിച്ചാൽ എന്തൊക്കെ നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ആക്സിഡന്റൽ ഇഞ്ചുറി ഓർ ഡെത്ത് കോസ്ഡ് ബൈ ഇലക്ട്രിക് ഷോക്ക് ഓർ കറണ്ട് പാസിംഗ് ത്രൂ ദ ആനിമൽസ് ബോഡി. അതായത് ഇത്രയേ ഉള്ളൂ, കറണ്ട് ഇതിൻ്റെ ബോഡി കൂടെ കടന്നു പോകുന്നു. ഇതാണ് കറണ്ട് അടിക്കുക. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കൂല, അടിച്ചാലല്ലേ അമ്മാതിരി അടിയായിരിക്കും കറണ്ട്. അതൊക്കെ സിനിമയിൽ ചുമ്മാ തമാശയായി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? കറണ്ട് കടന്നു പോകുക, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ലൈറ്റ്നിങ് വഴി ഉണ്ടാകാം. ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് കറണ്ട് ഫ്രം ഫാളൻ ട്രാൻസ്മിഷൻ വയേഴ്സ്. വീണ് കിടക്കുന്ന ട്രാൻസ്മിഷൻ വയർ വഴി ഉണ്ടാകുന്ന വോൾട്ടേജ് കണ്ടക്ഷൻ അല്ലേ. ആക്സിഡന്റൽ ചൂയിങ് ഓഫ് ലൈവ് ഇലക്ട്രിക് കോഡ്സ് ഇതുവഴിയൊക്കെ ഉണ്ടാകാം. അതായത് നല്ല പൈക്കയുള്ള അനിമൽ, പൈക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫോസ്ഫറസിന്റെ അഭാവമാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് എന്താണ്? അത് അടുത്ത് കാണുന്നതിനൊക്കെ ഞാൻ ചവച്ചുകൊണ്ടിരിക്കും. കയറ് ചവയ്ക്കും, മണ്ണ് ചവയ്ക്കും. അപ്പോൾ ആ സമയത്ത് കിടക്കാവിൽ ഒരു വയർ ഒന്ന് കടച്ചു കളയാം, ഒന്ന് കയറി കടിച്ചു കളഞ്ഞാൽ അങ്ങനെയും ഉണ്ടാകും എന്ത്? ഇലക്ട്രിക് ഷോക്ക് അല്ലേ. എന്തൊക്കെ വഴിയാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുക? ഒന്ന് ലൈറ്റ്നിങ്, മിന്നൽ വഴി. രണ്ട്, ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് എവിടെ നിന്നാ? ട്രാൻസ്മിഷൻ വയറുകൾ തറയിൽ വീണ് കിടക്കുന്നു, പോസ്റ്റ് ഒടിഞ്ഞു വീണു, അതുവഴി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫെൻസിങ് വഴിയൊക്കെ വരാം അല്ലേ. ഫെൻസിങ് പൊതുവെ വയ്ക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും ചെറിയ വോൾട്ടേജ് മാത്രമേ ഫെൻസിങ് വഴി വരത്തുള്ളൂ. പക്ഷേ പന്നിയൊക്കെ ഫെൻസിങ്ങിൽ വന്നടിച്ച് ചത്തു പോകാറുണ്ട്, നമുക്കറിയാം. അതിനുവേണ്ടി ഹൈ വോൾട്ടേജ് കടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പന്നിയെ പിടിക്കാനായിട്ട്, വാട്ടവർ. അപ്പോൾ അതുവഴി പിന്നെന്താണ്? ലൈവായിട്ടുള്ള ഇലക്ട്രിക് കോഡുകൾ ചവച്ചരയ്ക്കുന്ന വഴിയൊക്കെ ഇതിന് വരാം. അനിമൽ മേ കം ഇൻ കോൺടാക്ട് വിത്ത് സച്ച് വയേഴ്സ് നിയർ പോണ്ട്സ് ആൻഡ് അതർ ഏരിയാസ് അല്ലേ. പോണ്ടിൻ്റെയും മറ്റ് അതർ ഏരിയാസിലെല്ലാം ഇത്തരത്തിലൊരു കോൺടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ the most common clinical sign of electrocution is varying degrees of electric shock. പല രീതിയിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരാം. സൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് ടു വിച്ച് ദ അനിമൽ ഈസ് എക്സ്പോസ്ഡ് ടു. എത്ര വോൾട്ടേജിലേക്കാണ് ഈ അനിമൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ മറ്റേ ട്രെയിനിൻ്റെ ഒക്കെ മുകളിൽ കയറി നിന്നിട്ട് തമാശ കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ.
ഇടയ്ക്ക് 1-2 വീഡിയോ ഒക്കെ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു. തമാശ ഒരു പ്രാന്ത് ഒരു ദിവസം ട്രെയിൻ കൊണ്ടേ കയറിയിട്ട് ഇങ്ങനെ പിടിച്ചു, പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒറ്റ സെക്കൻഡ് ഉടനെ അവൻ നിന്ന് കത്തി അങ്ങ് പോയി. അത്രേ ഓർമ്മയുള്ളൂ. അതാണ് അത്രയും വോൾട്ടേജാണ് കയറി പോകുന്നത്. ഓക്കെ, അതെന്താണ് ഇൻ മോസ്റ്റ് കേസസ്. അപ്പോൾ നോക്ക്, ദ സൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് ടു വിച്ച് ആനിമൽസ് എക്സ്പോസ്ഡ് ടു. നമ്മുടെ സിനിമയില്ല, ഐ സിനിമയ്ക്കകത്ത് നമുക്ക് ഇതുപോലെ ട്രെയിനിൽ കറണ്ട് അടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ മൊത്തം കരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കറണ്ട് അടിച്ചാൽ അവൻ ജീവനോട് ഉണ്ടാവില്ല. ഓഫ്കോഴ്സ് അത്രേ കരിയുന്ന മുന്നേ അല്ലെങ്കിൽ അവൻ അങ്ങനെ കരിച്ചാൽ അവൻ എന്തായാലും ചത്തു. ചുമ്മാ സിനിമയെ തമാശയ്ക്ക് കാണിക്കുന്നത്. അതിന് അല്ലാതെ തീയിട്ട് കരിച്ചാൽ പോലും ചത്തുവും. കാരണമുണ്ട്, കാരണം പിന്നെ പറഞ്ഞില്ല, ഇവിടെ തന്നെ ബേൺസ് പഠിക്കുന്നുണ്ട് നമ്മൾ. നോക്കാം, ദ സൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് ടു വിച്ച് ആനിമൽസ് എക്സ്പോസ് ടു. അല്ലേ, എന്താണ് സൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഇലക്ട്രിഷൻ ആണോ ഇല്ലെന്ന് അറിയുന്നത് എത്രത്തോളം വലിയ വോൾട്ടേജിലേക്കാണ് ഈ ആനിമൽ എക്സ്പോഷർ കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. ഇൻ മോസ്റ്റ് കേസ് ഓഫ് ഇലക്ട്രിഷൻ ബൈ ലൈറ്റ്നിങ് ദ ആനിമൽ കൊളാപ്സ് ആൻഡ് ഡൈസ് ഓൺ ദ സ്പോട്ട്. സാധാരണ ലൈറ്റ്നിങ് അടിച്ചാൽ, മിന്നലടിച്ചാൽ നമ്മളായാലും വീണ് ചാവും, അല്ലാണ്ട് മിന്നൽ മുരളിയൊന്നും ആവത്തില്ല, നമുക്കറിയാം. അതുപോലെ അപ്പോൾ നമുക്ക് ഇൻ സം ഇൻസ്റ്റൻസ് ദ ആനിമൽ മേ ബിക്കം അൺകോൺഷ്യസ് ബട്ട് റിക്കവർ ഇൻ ഫ്യൂ മിനിറ്റ്സ് ടു സെവറൽ അവേഴ്സ്. ചില സമയത്താണെങ്കിൽ മിന്നലടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ പെട്ടെന്ന് ബോധം കെട്ടി വീഴത്തേ ഉള്ളൂ. ചെറിയ മിന്നലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ബോധം വരും. അതർ സൈൻസ് മേ ഇൻക്ലൂഡ് ഡിപ്രഷൻ, ബ്ലൈൻഡ്നെസ് വിച്ച് മേ പെർസിസ്റ്റ് ഫോർ ഫ്യൂ ഡേയ്സ് ഓർ വീക്സ്. കുറച്ച് മറ്റുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് റിക്കവർ ആയി കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനും ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും, ഒരു ബ്ലൈൻഡ്നെസ്, ഒരു കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉണ്ടായിരിക്കും. അത് കുറച്ച് കളയുമ്പോൾ മാറി കിട്ടും. അതുപോലെ ഇലക്ട്രോക്യൂഷൻ ഡ്യൂ ടു ലൈറ്റ്നിങ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈറ്റ്നിങ്, ഇഞ്ചുറി മാർക്ക് ഓൺ ദി കർക്കാസ്, ഡാമേജ് ഓഫ് ദ സറൗണ്ടിങ് എൻവയോൺമെന്റ് ലൈക്ക് ബേണിംഗ് ഓഫ് ആൻ അഡ്ജോയിനിങ് ഫീൽഡ് ഓർ ഏരിയ. അല്ലേ, അപ്പോൾ നോക്ക്, ഇത് ലൈറ്റ്നിങ് ആണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ഹിസ്റ്ററി ഓഫ് ലൈറ്റ്നിങ്, ആ സ്ഥലത്ത് സ്ഥിരം മിന്നലടിക്കാറുണ്ടോ? ഒന്നാം. രണ്ടാ, ഇഞ്ചുറി മാർക്ക് ഓൺ ദ കർക്കാസ്, കർക്കാസിൽ ഇഞ്ചുറി ഉണ്ടോ? എങ്ങനെയുള്ള ഇഞ്ചുറിയാണ് വന്നിട്ടുള്ളത്? മിന്നലടിച്ച് ഇഞ്ചുറി കാണാൻ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? അടുത്ത എന്താണ്? അടുത്തുള്ള സ്ഥലത്തെങ്ങാനും ഇതുപോലെ കരിവൊക്കെ വീണിട്ടുണ്ടോ, കരിഞ്ഞിട്ടുണ്ടോ? അല്ലേ, നിങ്ങൾ തെങ്ങിലൊക്കെ വന്ന് മിന്നലടിച്ച കണ്ടു കാണുമല്ലോ, പലപ്പോഴും കണ്ടു കാണും മിന്നലടിച്ച എങ്ങനെ ഇരിക്കും, നല്ല രസമാണല്ലേ. അതുപോലെയുള്ള അടുത്തുള്ള അഡ്ജോയിനിങ് ഫീൽഡ് ഓർ ഏരിയയിൽ ഉണ്ടായ ഡാമേജ്, ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇലക്ട്രോക്യൂഷൻ ആണോ ഇല്ലെന്നുള്ള കാര്യം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി 2-3 കാര്യങ്ങൾ ഉപയോഗിക്കും. വേണമെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇലക്ട്രോക്യൂഷൻ ഡ്യൂ ടു ലൈറ്റ്നിങ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ലൈറ്റിംഗ് 1, 2 ഇഞ്ചുറി മാർക്ക് ഓൺ കർക്കാസ് 2, 3 ഡാമേജ് ഓൺ ദ സറൗണ്ടിങ് എൻവയോൺമെന്റ് 3. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോക്യൂഷൻ വഴി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? Treatment is generally carried out in animals who are mildly affected and on the basis of the clinical signs they show. The affected animals must be kept in the area with minimum disturbances. It must be made to drink plenty of water. Antibiotic cream or solution must be applied on the wound. ഇത്രയേ ഉള്ളൂ. ഇവിടെ ട്രീറ്റ്മെന്റ് ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. മിക്കവാറും മിന്നലടിച്ച് തത്വവും ചെറിയ കേസുകളൊക്കെയാണ്. മൈൽഡ് കേസാണെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് പ്രാധാന്യമുള്ളൂ. അതുപോലെ എന്താണ്? ഡിസ്റ്റർബൻസ് കുറച്ച സ്ഥലത്ത് അനിമലിനെ ഇരുത്തുക, അല്ലേ? അതുപോലെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുക്കുക. അത് കഴിഞ്ഞെന്താണ്? ബേൺസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആൻറ്റിബയോട്ടിക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ബേൺസ് ഉണ്ടാകുന്ന തരത്തിലൊക്കെ മിന്നലടിച്ച് കഴിഞ്ഞാൽ പൊന്നുമക്കളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകാനുള്ള സാധ്യത 90%. അല്ലാതെ കറണ്ട് അടിച്ചിട്ട് എൻ്റെതാ ഇത്രയും വെന്ത് പോയി എന്നും കൊണ്ട് ആരെങ്കിലും വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, അതിന് മുന്നേ ആൾ തീരും, അല്ലേ? ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ബേൺസ് നോക്കാം. എന്താ ബേൺസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ കൈ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പൊളിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ ബേൺസ്? Burns or burn injury refers to a type of thermal injury caused by fire or a hot solid object. ഫയർ ആവട്ടെ, ഹോട്ട് സോളിഡ് ഒബ്ജക്റ്റ് ആവട്ടെ, ഇതെല്ലാം ബേൺസ് എന്ന് പറയും. അപ്പോൾ എന്താ സ്കാൽഡ് എന്ന് പറഞ്ഞാൽ? ഇഞ്ചുറി കോസ്ഡ് ബൈ ഹോട്ട് ഫ്ലൂയിഡ്സ് ഓർ സ്റ്റീം ഈസ് കാൾഡ് സ്കാൽഡിങ്. 2 ടേംസ് നമ്മൾ പഠിക്കുകയാണ്, സ്കാൽഡും ബേണും, അല്ലേ? സ്കാൽഡും ബേണും. അപ്പോൾ എന്താണ്? രണ്ടും പൊള്ളലാണ്. അതായത് ഒരു ഹോട്ട് നല്ല ചൂടുള്ള ഫയർ വഴിയോ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വഴിയോ, ഉദാഹരണത്തിന് തീക്കൊള്ളി, അല്ലെങ്കിൽ എന്താണ് ചൂടായിട്ടുള്ള ഇരുമ്പ്, അയൺ റോഡുകൾ, ഇതുമൂലമൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് എന്ത്? ബേണുകൾ. അപ്പോൾ എന്താ സ്കാൽഡ്? എത്രയേ ഉള്ളൂ, നമ്മുടെ മേത്ത് കുറച്ച് എന്ത് വീണു? ചൂടുള്ള വെള്ളം വീണു, അല്ലെങ്കിൽ നമ്മുടെ മേത്ത് കുറച്ച് നീരാവി അടിച്ചു. എങ്ങനെ? നീരാവി 50 പവറുള്ളല്ലേ? അപ്പോൾ അങ്ങനെ അടിച്ചാൽ വരുന്നതാണ് സ്കാൽഡിങ്, അല്ലേ? ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ ബേൺ injury depends on the temperature of the hot object and duration for which the animals came in contact with it. എന്തൊക്കെ അടിസ്ഥാനത്തിലാ? 2 കാര്യങ്ങളാണ്. ഒന്ന് ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ട്, പിന്നെ എത്ര നേരം നമ്മുടെ മേത്തത് പെട്ടു, അല്ലേ? ഈ 2 കാര്യത്തിലാണ് ബേൺസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 ടേം കൂടെ പഠിച്ചിരുന്നാൽ നിങ്ങൾ. എന്താണ് സ്കാൽഡിങ് എന്താണ് ബേൺ എന്താണ്? ബേൺ എന്ന് പറയുമ്പം ഹോട്ട് അയൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഇപ്പം തീ മൂലം ഉണ്ടാകുന്ന ബേൺസ്.
ചൂട് വെള്ളം, അതായത് നീരാവിയോ അല്ലെങ്കിൽ ജലാംശം അടങ്ങുന്ന തരത്തിലുള്ള പൊള്ളലെല്ലാം സ്കാൽഡിങ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് എത്രത്തോളമാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കില്ല. എന്താണ്, നമുക്കറിയാം ചൂട് കൂടുന്നതനുസരിച്ചും എത്ര സമയം നമ്മളെ മേത്ത് ഇടിക്കുന്നു അതിനനുസരിച്ചും ബേൺസ് ഉണ്ടാവും. ഒരു 90 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ഒരു സാധനം നമ്മളെ മേത്ത് പെട്ടെന്ന് തൊട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം നേരം വെച്ചാൽ പ്രശ്നമാണ്. അതായത് 200 ഡിഗ്രിയിൽ ചൂടായിട്ടുള്ള ഒരു ഇരുമ്പ് തണ്ട് പെട്ടെന്ന് തൊട്ടാലും പ്രശ്നമാണ് അല്ലേ. അത്രേ ഉള്ളൂ. ടെമ്പറേച്ചറും അതുപോലെ എത്ര നേരം കോണ്ടാക്ട് ഇരിക്കുന്നു, അത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആയിരിക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻവോൾവ്മെന്റ് ഓഫ് സ്കിൻ ടിഷ്യൂസ് ബേൺസ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഗ്രീസ്: ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രി നോക്കാം. ഫസ്റ്റ് ഡിഗ്രി ഇത് നമ്മളെ ടെക്സ്റ്റിൽ കോളം വരച്ച് കൊടുത്തിരിക്കുന്ന ആയതുകൊണ്ട് ചോദിക്കാൻ ഒരു പക്ഷേ സാധ്യത കൂടിയ ഒരു ഭാഗമാണ്. മനസ്സിലാക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. നോക്കാം, എന്താ ഫസ്റ്റ് ഡിഗ്രി? ഓൺലി സൂപ്പർഫിഷ്യൽ ആൻഡ് ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ ഈസ് അഫക്റ്റഡ്. ഇത്രയേ ഉള്ളൂ, വലിയ പൊള്ളലൊന്നും ഉണ്ടാവില്ല. അതായത് പുറമേ ഉള്ള ഒരു ഇത് മാത്രം. ഇറ്റ് ഈസ് എ മൈൽഡ് ഇഞ്ചുറി ആൻഡ് ദ അനിമൽ റിക്കവേഴ്സ് ഇൻ ഫ്യൂ ഡേയ്സ്. വലിയ പ്രശ്നമൊന്നുമില്ല, അനിമൽ പെട്ടെന്ന് തന്നെ റിക്കവറായി വരും. പുറമേ ഉള്ള ഒരു ചെറിയ ചൂട്, അത്രയേ ഉള്ളൂ. ചൂടടിച്ചു, നമുക്ക് നീറ്റൽ കാണും, ഒരു ചോപ്പൊക്കെ ഉണ്ടാവും, അതങ്ങ് കുറഞ്ഞു പോക്കോളും. ഇനി എന്താ സെക്കൻഡ് ഡിഗ്രി? ദർ ഈസ് പാർഷ്യൽ തിക്നെസ് ഓഫ് ദ സ്കിൻ അല്ലേ. ആ കുറച്ച് ഭാഗത്ത് എന്താണ് നല്ല കട്ടിയായിട്ടിരിക്കും. ആ കട്ടിയുള്ള കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇത് ബാധിക്കുന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, വെസിക്കിൾസ് കാണപ്പെടും അല്ലേ, വെസിക്കിൾസ് കാണപ്പെടും. ഫസ്റ്റ് ഡിഗ്രിയിൽ വെസിക്കിൾസ് ഉണ്ടാവില്ല, സെക്കൻഡ് ഡിഗ്രിയിൽ വെസിക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് അല്ലേ. പോളം വെച്ച് വരും, പൊള്ളി വരും അല്ലേ. കെയർ മസ്റ്റ് ബി ടേക്കൺ ഫോർ സ്പീഡി റിക്കവറി ഓഫ് ദി അനിമൽ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സെക്കൻഡറി ഇൻഫെക്ഷൻ. ഇവിടെ സെക്കൻഡറി ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആന്റിബയോട്ടിക്സ് ചെയ്യേണ്ടി വരും. ഇവിടെ ആന്റിബയോട്ടിക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, മൈൽഡ് ഇഞ്ചുറിയാണ്, അനിമൽ നോർമലി റിക്കവറായി വരും. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ട് പൊട്ടിയാൽ അത് പഴുക്കാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. വെസിക്കിൾസ് ആർ ഫോംഡ്, അതാണ് ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ തേർഡ് ഡിഗ്രി എന്താ? ദർ ഈസ് ഫുൾ തിക്നെസ് ഓഫ് ദ സ്കിൻ, അതായത് ഫുൾ തിക്നെസ് ഓഫ് ദ സ്കിന്നും ബേൺ ആയി പോയി അല്ലേ. അതായത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ സ്കിൻ എന്നും സൂപ്പർഫിഷ്യൽ ആൻഡ് ഔട്ടർ ലെയർ ഓഫ് ദ സ്കിന്നിലാണ് അഫക്ഷൻ വന്നത്. ഇവിടെ എന്താണ്, സ്കിൻ എന്ന് പറയുമ്പോൾ വെറും സ്കിൻ അല്ലടാ മക്കളെ, ഇതാ നല്ല കട്ടിയുള്ള സാധനമാണ് സ്കിൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് സെക്കൻഡ് ഡിഗ്രി വന്നത്? പാർഷ്യൽ തിക്നെസ് ഓഫ് ദ സ്കിൻ അല്ലേ. ആ സ്കിന്നിന്റെ ഏകദേശം ഒരു പാർഷ്യൽ ഉള്ളിലെത്തിയില്ല, അതായത് നമ്മുടെ മറ്റുള്ള മാംസത്തിലോ അസ്ഥിയിലോട്ടൊന്നും എത്തിയില്ല. ഇവിടെയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നേരെ അസ്ഥിയിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അസ്ഥിയിലോട്ടോ മാംസത്തിലോട്ടോ എത്തിയില്ല, അതാണ് സെക്കൻഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രി എന്താണ്? സ്കിൻ ഫുള്ള് കത്തിയല്ലേ, അതായത് അണ്ടർലൈയിങ് ഓർഗൻസ് ആൾസോ ഗെറ്റ് അഫക്റ്റഡ്. തേർഡ് ഡിഗ്രി മാത്രമാണ് അണ്ടർലൈയിങ് ഓർഗൻസിന് ഈ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, സ്കിന്ന് മൊത്തം കരിഞ്ഞു പോയി, അകത്തുള്ള ടിഷ്യൂസും ബ്ലഡ് വെസൽസിനൊക്കെ ബാധിച്ചു, അതാണ് തേർഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രി പുറമെ മാത്രം, സെക്കൻഡ് ഡിഗ്രി നമുക്ക് സ്കിന്നിൻ്റെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ നമ്മുടെ ഈ ബേൺസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഐ സിനിമയിൽ ഒരാൾ അങ്ങനെ അത്രയും ബേണിങ് വന്നിട്ട് ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അയാളുടെ ബോഡി മൊത്തവും ബേൺ ചെയ്യുന്ന കാണിക്കുന്നത്. നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ബേൺസ് വന്നിട്ട് മരണം സംഭവിക്കുന്നത് ഇൻഫെക്ഷൻ മൂലമോ ബാക്കിയൊന്നുമല്ല, മിക്കവാറും ഫ്ലൂയിഡ് ലോസ് നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് ലോസ് എങ്ങനെ തടുക്കുന്നത്? നമ്മുടെ സ്കിന്നാണ് തടുക്കുന്നത് അല്ലേ. അപ്പോൾ എത്രത്തോളം ഏരിയയെ ബാധിച്ചു അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ലോസ്, ആ ഫ്ലൂയിഡ് ലോസ് ഭയങ്കര എക്സസീവ് ആയിരിക്കും. ആ എക്സസീവായുള്ള ഫ്ലൂയിഡ് ലോസാണ് മരണത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു സീവിയർ ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ഭാഗം മാത്രമേ നല്ലോണം കത്തിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ മുറിച്ച് കളയാൻ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ നല്ലൊരു ശതമാനം അല്ലേ, എത്രത്തോളം പെർസെൻറ്റേജിൽ നമ്മുടെ ബോഡിയിൽ പൊള്ളൽ ബാധിച്ചു അതിനനുസരിച്ചാണ് ഒരാളുടെ റിക്കവറി സാധ്യമാകുന്നതും ആകാതിരിക്കുന്നതും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോമൺ ക്ലിനിക്കൽ സൈൻസ് ഓഫ് ബേൺസ് ഇൻക്ലൂഡ് പെയിൻ, തേഴ്സ്റ്റ്, അനീമിയ ആൻഡ് ലോസ് ഓഫ് നെസസറി സാൾട്ട്സ് ഫ്രം ദ ബോഡി. ഏതൊക്കെയാണ് കോമൺ സൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും? സൈൻ വേറൊന്നും കാണാൻ നമുക്കറിയാമല്ലേ, മേല് പൊള്ളിയിരിക്കുന്നത്. ഇനി എന്തിനാണ് പ്രത്യേകിച്ച് സൈൻ എന്നറിയും നിങ്ങൾ ചോദിക്കുന്നത്? എന്താണ്? ദാഹം ഉണ്ടായിരിക്കും, അനീമിയ ഉണ്ടായിരിക്കും, അതുപോലെ ലോസ് ഓഫ് നെസസറി സാൾട്ട് ഫ്രം ദ ബോഡി. സാൾട്ട് മാത്രമല്ല, എങ്ങനെയാ പോകുന്നേ? സാൾട്ട് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? ഓവറായിട്ട് ജലാംശവും നഷ്ടപ്പെടും അല്ലേ. അതുപോലെ there is swelling, redness and blisters on the affected area. ഒരു നീർവീക്കമോ ചോപ്പോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ നേരത്തെ പറഞ്ഞാലേ ഞാൻ സ്കിൻ ഇങ്ങനെ പൊള്ളി വരുന്ന ബ്ലിസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. ആ അഫക്റ്റഡ് ഏരിയ അതൊക്കെ ഉണ്ടാവും. റിക്കവറി ആൻഡ് സർവൈവൽ ഓഫ് ദ ആനിമൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ബോഡി ഏരിയ അഫക്റ്റഡ് rather than the degree of the bone. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റിക്കവറി അല്ലെങ്കിൽ സർവൈവൽ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഭാഗം പൊള്ളി എന്നതിനനുസരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിൽ പൊള്ളി എന്നുള്ള അനുസരിച്ചിലല്ല ഇരിക്കുന്നത്. മനസ്സിലായിക്കോണം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മനസ്സിലായിക്കോ. റിക്കവറി ആൻഡ് സർവൈവൽ ഓഫ് ദ ബേൺഡ് അനിമൽ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ് എന്ന് ചോദിക്കാം. ഒന്ന് എന്താണ്? ദ ബോഡി ഏരിയ അഫക്റ്റഡ്. രണ്ട് ഡിഗ്രി ഓഫ് ബേൺ. ഏതെഴുതും നിങ്ങൾ? ഏരിയ ഓഫ് അഫക്റ്റഡ്. കാരണം ഇത് വന്നത് സെക്കൻഡ് ഡിഗ്രി ബേൺ ആണെന്ന് വെച്ചോ, നല്ലൊരു ശരീരത്തിൽ സെക്കൻഡ് ഡിഗ്രി ബേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് പതിയെ
ചിലപ്പോൾ അയാളുടെ റിക്കവറി ചിലപ്പോൾ പെട്ടെന്ന് ചത്തുവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഡിഗ്രിക്ക് വലിയ കുഴപ്പമില്ല, കാരണം സ്കിന്നിനെ വലുത് അഫക്റ്റ് ചെയ്യും. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ സ്കിന്നിൻ്റെ നല്ലൊരു ഭാഗത്തേക്ക് അഫക്ഷൻ വരും, അതുപോലെ നല്ലൊരു ഭാഗത്ത് പൊള്ളൽ വരും, അതൊരു പ്രശ്നമായിട്ട് മാറും. ഇതേപോലെയൊക്കെ പൊള്ളി പോയി കഴിഞ്ഞാൽ അതിന് ചത്തു പോകും, വേറെ കുഴപ്പമൊന്നുമില്ല. മിക്കവാറും ഏകദേശം എല്ലാ ഭാഗവും പൊള്ളിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഒരു കൈ മാത്രം നല്ലോണം അങ്ങ് കരിഞ്ഞു പോയി, ഒരു കുഴപ്പമില്ലെന്നല്ല, ചത്തു പോകാതൊക്കെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ ശരീരം മൊത്തം ഒരു സെക്കൻഡ് ഡിഗ്രി ബേണാണ്, പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് സംഭവം. ഇനി ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഡ്രസ്സിംഗ് ദ ബേൺ വിത്ത് ആൻ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഓർ ക്രീം മസ്റ്റ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൺസൾട്ടിങ് ദ വെറ്റിനറിയൻ. ആദ്യം വെറ്റിനറിനെ കൊണ്ടുവരിക, അതിനുശേഷം എന്ത് ചെയ്യുക, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ചോ ക്രീം വെച്ചോ ഒന്ന് കവർ വെക്കാം. ഇത് നമ്മുടെ പേസ്റ്റ് അല്ല, പല്ലിയേക്കണ പേസ്റ്റ് അല്ല പൊള്ളിയിടാനുള്ളത് കേട്ടോ. ഓക്കെ. എഫേർട്സ് മസ്റ്റ് ബി മെയ്ഡ് ടു പ്രിവെൻറ്റ് ദ വൂണ്ട് ഫ്രം ഗെറ്റിംഗ് കണ്ടാമിനേറ്റഡ്. അതായത് കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല, പിന്നെ വന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദ അഫക്റ്റഡ് ഏരിയ മസ്റ്റ് ബി കവർഡ് വിത്ത് എ ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ ക്ലോത്ത്. വേണമെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അതുപോലെ സഫീഷ്യൻറ്റ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ മസ്റ്റ് ബി ഗിവൻ ടു ദ ആനിമൽ. ആവശ്യത്തിന് കുടിവെള്ളവും അല്ലെങ്കിൽ ഗ്ലൂക്കോസോ കുടിക്കാൻ കൊടുക്കുക അല്ലേ. അത്രയും കാര്യങ്ങളാണ്. ഇത്രയാണ് നമ്മൾ പൊള്ളിയാൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ കേട്ടോ. അതുപോലെ നമുക്ക് വൂണ്ടുകൾ നോക്കാം. വൂണ്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മുറിവുകൾ അല്ലേ. എ വൂണ്ട് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇഞ്ചുറി ഓൺ ദ സ്കിൻ ഓർ അതർ ബോഡി ടിഷ്യൂ കാസ്ഡ് ഡ്യൂ ടു എ കട്ട്, ബ്ലോ ഓർ അതർ റീസൺസ് അല്ലേ. ഒരു ഇടിമൂലമോ എന്തെങ്കിലും കാരണം കൊണ്ടോ ഒരു വലിച്ചു കീറലോ അല്ലെങ്കിൽ എല്ലാം അല്ലേ, കട്ട് കൊണ്ടൊക്കെ മുറിവുണ്ടാകാം. നമ്മളതിൽ ഇപ്പോൾ അടുത്തൊരു സിനിമ ഇറങ്ങിയില്ല, ഏതൊരു ഒരു വൃത്തികെട്ട സിനിമ, പരമാനന്ദ വൃത്തികെട്ട സിനിമ. പോട്ടെ ഞാൻ സിനിമയുടെ റിവ്യൂ ഒന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും ആ സിനിമയിൽ ഒരാളിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കീറുക, എന്നെ പരിപാടിയാണ്. അതും മുറിവാണ് കേട്ടോ. അവിടെ കട്ടൊന്നുമില്ല, മറ്റുള്ള പല റീസൺ, ടിയറിങ്ങും ലാസറേഷനും എല്ലാം മുറിവാണ്. നോക്കാം. ഇൻ ഫാം അനിമൽസ് വൂണ്ട്സ് ഓഫൺ ഗോ അൺനോട്ടീസ്ഡ്. ശ്രദ്ധിക്കപ്പെടാതെ പോകും അല്ലേ. വൂണ്ട്സ് ഓഫൺ ഗോ അൺനോട്ടീസ്ഡ് ആൻഡ് ആർ അലൗഡ് ടു ഹീൽ ഓൺ ദെയർ ഓൺ വിത്തൗട്ട് എനി ഡെഡിക്കേറ്റഡ് കെയർ ഓർ ട്രീറ്റ്മെൻറ്റ്. സാധാരണ ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയൊന്നുമില്ല, അത് സ്വന്തമായിട്ട് കുറഞ്ഞു പോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട് മക്കളെ. എവിടെ അനിമലിന് നക്കാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ പ്രശ്നമാണ്. എവിടെ അഡറിൽ ചിലപ്പോൾ നക്കാൻ പറ്റുകയില്ല, ബാക്കിൽ നക്കാൻ പറ്റുകയില്ല, അടിയിൽ നക്കാൻ പറ്റില്ല. നക്കാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ഒരുവിധമൊക്കെ വൃത്തിയാക്കി വെക്കും. അല്ലെങ്കിൽ ഈച്ച വന്ന് വെടിയിടാതൊക്കെ നോക്കും. ഈച്ച വന്ന് വെടിയിട്ടാൽ ആ വൂണ്ട് പിന്നെ മാഗട്ട് വൂണ്ട് എന്ന ഓമന പേരിൽ അറിയപ്പെടും. മാഗട്ട് വൂണ്ട് അകത്തുനിന്നുണ്ടാവും. ഇത് ഒരു മാഗട്ട് വൂണ്ടാണ് ഞാൻ കണ്ടിടത്തോളം. ഇവിടെ നക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് അതിനകത്ത് മാഗട്ടുണ്ട്. ആ മാഗട്ടിനെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ മാഗട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫോഴ്സപ്സ് ഉപയോഗിക്കാം. നമ്മുടെ ഈ പറഞ്ഞ വെറ്റിനറി സർവീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജോലി ഏതാണെന്ന് വെച്ചാൽ മാഗട്ടിനെ റിമൂവ് ചെയ്യലാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, പല കാരണം കൊണ്ടായിരിക്കാം. ഓരോ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തീരുമാനിക്കാൻ അവൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ അതവിടെ നിൽക്കട്ടെ. എന്നാൽ വാട്ട് എവർ ഇറ്റ് മേ ബി, എത്ര മോശപ്പെട്ട അനിമലാവട്ടെ, എത്ര ദേഷ്യമുള്ള അനിമലാവട്ടെ, എത്ര ക്രൂരനായിട്ടുള്ള പട്ടിയോ നായോ എന്തോ ആയിക്കോട്ടെ, ചില പട്ടികളൊക്കെ ഭയങ്കര ക്രൂരന്മാരാണ്. ഇവനെ നമ്മൾ പിടിക്കുന്ന മാഗട്ട് കൊണ്ട് ക്ലീൻ ചെയ്യാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഒരു നിൽപ്പ് നോട്ടമുണ്ട്. ഭയങ്കര രസമാണ്. അത് രസമല്ല, ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. നമ്മളെ ദൈവത്തിനെ പോലെ അവൻ നോക്കും. അപ്പോൾ അവന് അതിയായ വേദന ഉണ്ടായിരിക്കും. അവൻ്റെ ഒരു മുറിവിനകത്തിരുന്ന് പുഴു ഇങ്ങനെ അരിച്ചരിച്ചകത്തേക്ക് കയറുമ്പോൾ അല്ലേ, അവിടെ നിന്ന് ഓരോ പുഴുവിനായിട്ട് നമ്മൾ നീക്കം ചെയ്യുമ്പോഴത്തേക്കും അതിന് കിട്ടുന്നൊരു സ്വർഗീയ സുഖമുണ്ട്, സ്വർഗീയ സൗഖ്യമുണ്ട്. ആ സൗഖ്യം പ്രത്യേകിച്ച് അവന് പറയാൻ കഴിയില്ല അല്ലേ. അത് കൊടുക്കാൻ പറ്റുന്നൊരു ആളാവുക പോയിരിക്കും കേട്ടോ. അപ്പോൾ പലരും പുഴു കുത്താൻ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം എന്നൊക്കെ പലരും പറയും. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ സർവീസിലുള്ള ആൾക്കാരൊക്കെ പറയും. പക്ഷേ ഐ ഡോണ്ട് കെയർ. നമ്മളൊരു എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു മിണ്ടാ പ്രാണിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സേവനമാണത് കേട്ടോ. നിങ്ങളത് മനസ്സിലായിക്കോ. അപ്പോൾ ഇത് മാഗട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചിത്രകഥ അതുപോലെയാണ്. സാധാരണ ഫാം അനിമൽസിൽ വൂണ്ട് വന്നാൽ നമ്മൾ അൺനോട്ടീസ്ഡായി ഇടത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, സമ്മതിച്ചു. നക്കാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ അവിടെ മാഗട്ട് വരാൻ സാധ്യതയുണ്ട്. മാഗട്ട് വന്നാൽ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നുകിൽ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ യൂക്കാലിപ്റ്റസ് ഓയിലൊക്കെ 2 തുള്ളി ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാഗട്ട് അറിയാതെ ചാടി പുറത്ത് പോകും. പിന്നെ ബാക്കിയുള്ളവർ നമ്മളെ ചത്തു പോകും, അവിടെ നിന്ന് എടുത്ത് കളയാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിലും ചത്തു പൊക്കോളും, കുഴപ്പമില്ല. കുറച്ചൊക്കെ പുറത്ത് പോകും, ബാക്കി ചത്തു പോകും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ ടർപ്പൻ്റൈൻ ലിനമെൻ്റ് ഉണ്ട്. ടർപ്പൻ്റൈൻ ലിനമെൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ മാഗട്ട് പുറത്ത് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫീൽഡ് കണ്ടീഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സാധാരണ വൂണ്ടുകളെ നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് കെയർ കൊടുക്കാറില്ല. മാഗട്ട് വന്നാൽ ശ്രദ്ധിക്കും. നോക്കാം. ആക്യുറേറ്റ് ആൻഡ് ടൈംലി ട്രീറ്റ്മെൻറ്റ് ഓഫ് വൂണ്ട്സ് ഡിക്രീസ് ദ ബ്ലഡ് ഫ്ലോ. ശ്രദ്ധിക്കുക. ആക്യുറേറ്റ് ആൻഡ് ടൈംലി ട്രീറ്റ്മെൻറ്റ്. വൂണ്ട് വന്നാൽ എപ്പോഴെങ്കിലും ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നല്ല രീതിക്ക് ബ്ലഡ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സമയത്തിന് തന്നെ ട്രീറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ചുമ്മാ കളഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ. ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ മെത്തഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വേരീസ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൂണ്ട്. ഓരോ കൈൻഡ്സ് ഓഫ് വൂണ്ട്സിനും
ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് വൂൺസ് നമുക്ക് മനസ്സിലാക്കി പോകാം. ഒന്ന് ഇൻസൈസ്ഡ് വൂണ്ട്. ഇൻസൈസ്ഡ് വൂണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിട്ടുണ്ടാവും. ഒരു ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ പിച്ചാത്തി കൊണ്ടോ മൂർച്ചയുള്ള സാധനം കൊണ്ട് ഉണ്ടാകുന്ന സാധനമാണ് ഇൻസിഷൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇൻസൈസ്ഡ് വൂണ്ട്. If the tissues are severed by a sharp object and the edge of the wound are smooth, it is called incised or clean wound, clean cut wound. It is common in case of operative wounds. അല്ലേ, ഓപ്പറേറ്റീവ് wound എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ സ്കാൽപ്പൽ ബ്ലേഡ് കൊണ്ട് ഒരു വര ഇടുക അല്ലേ, നല്ല ഡെപ്തിലുള്ള വരയായിരിക്കും, നല്ല ഷാർപ്പായിട്ടുള്ള വരയായിരിക്കും. അതായത് അതിൻ്റെ ക്ലീൻ കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസൈസ്ഡ് അല്ലെങ്കിൽ ക്ലീൻ കട്ട്, ഇൻസിഷൻ അല്ലേ, ഇൻസിഷൻ ക്ലീൻ കട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇൻസൈസ്ഡ് വൂണ്ട്. അടുത്ത ലാസറേറ്റഡ് വൂണ്ട്. എന്താ ലാസറേറ്റഡ്? വെൻ ടിഷ്യൂസ് ഗെറ്റ് ടോൺ അൺഈവൻലി സച്ച് വൂണ്ട് ഈസ് നോൺ ആസ് ലാസറേറ്റഡ് വൂണ്ട്. ഫോർ എക്സാമ്പിൾ വൂണ്ട് ഡ്യൂ ടു വയർ കട്ട്. ഇതൊരു വയർ ഇങ്ങനെ നമ്മുടെ പശു എന്ത് ചെയ്തു, പശുവിനല്ല പട്ടിയെ ഇങ്ങനെ ഒരു വയർ ഒരു ചെറിയ ഇതിലാക്കിട്ട് അപ്പോൾ പട്ടി വലിച്ചുകൊണ്ട് പോയി നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, വയർ ഇങ്ങനെ പോയിട്ടുണ്ടാകുന്ന മുറിവാണിത് ലാസറേറ്റഡ് വൂണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ വൂണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ലാസറേറ്റഡ് വൂണ്ട്? വെൻ ടിഷ്യൂസ് ഗെറ്റ് ടോൺ അൺഈവൻലി, ടിഷ്യൂസ് അണീവനായിട്ട് അല്ലേ, അണീവനായിട്ട് ടോൺ ചെയ്യപ്പെടുന്നു, കീറപ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലാസറേറ്റഡ് വൂണ്ട്. സച്ച് വൂണ്ട്സ് ഈസ് നോൺ ആസ് ലാസറേറ്റഡ് വൂണ്ട്. ഫോർ എക്സാമ്പിൾ വൂണ്ട് ഡ്യൂ ടു വയർ കട്ട്, വയർ കട്ട് മൂലമുണ്ടാകുന്ന വൂണ്ട്. അടുത്ത എന്താ, കൺട്യൂസ്ഡ് വൂണ്ട്. കൺട്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇടി കിട്ടിയല്ലേ, ശ്രദ്ധിക്കണം, അവിടെ നോക്കിയേ ആ മുട്ടി ഇടിച്ച് തകർന്നിരിക്കുകയാണ്. Such a wound is an injury caused by a blunt object. Such an injury may be superficial or deep. Superficial contused wound may be an abrasion on the skin or mucous surface. Deep contused wounds may be followed by loss of tissue or swelling and are generally irregular with swollen margins. Such injuries are commonly caused by kicks. കണ്ടോ, അതായത് ഒരു ചവിട്ട് കിട്ടുക അങ്ങനെ ഉണ്ടാകുന്ന വൂണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഒരു പശുവിൻ്റെ ചവിട്ട് കിട്ടിയാൽ അവിടെ ഉണ്ടാകുന്ന മുറിവാണ് കൺഡ്യൂസ്ഡ് വൂണ്ട്. അവിടെ കൺഡ്യൂഷൻ ഉണ്ടാവും, അത് അവിടെ അകത്തുള്ള ടിഷ്യൂ എല്ലാം തകർന്നു പോകും, അല്ലെങ്കിൽ അവിടെ നല്ല രീതിക്ക് ഇൻറ്റേർണലായിട്ട് അത് ബാധിക്കും. മുട്ടിടിച്ച് വീഴുക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ നല്ലൊരു ഇതുകൊണ്ട് തല്ലി അവിടെ മുറിയുന്നു, അത് കൺഡ്യൂസ്ഡ് വൂണ്ടാണ്. മനസ്സിലായില്ലേ, കൺഡ്യൂസ്ഡ് വൂണ്ടാണ്. അപ്പോൾ അതാണ് കൺഡ്യൂസ്ഡ് വൂണ്ട്. അത് മാത്രം മനസ്സിലായി. എന്താണ് സച്ച് വൂണ്ട് ഈസ് ആൻ ഇഞ്ചുറി. അതൊരു ഇഞ്ചുറിയാണ് അല്ലേ, കാസ്ഡ് ബൈ എ ബ്ലണ്ട് ഒബ്ജക്റ്റ്. നമ്മുടെ മേത്ത് ഒരു കമ്പിട്ട് ഇങ്ങനെ വന്നൊരു ഇടി ഇടിച്ചു, അപ്പോൾ അവിടെ മുറിഞ്ഞു. അപ്പോൾ എന്താണ്, അകത്തോട്ടും വലിയ ക്ഷതമുണ്ട്, ക്ഷതം. അതാണ് കൺഡ്യൂസ്ഡ് വൂണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്ത പങ്ക്ചേർഡ് വൂണ്ട്, മുള്ളു കൊള്ളുക, അത്രയേ ഉള്ളൂ. സച്ച് എ വൂണ്ട് ഈസ് ഡീപ്പർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ബ്രേക്ക് ഓഫ് ദ സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഷാർപ്പ് ഓബ്ജക്ട്സ് സച്ച് ആസ് നെയിൽസ്, സ്പ്ലിൻറ്റ്സ് ഓഫ് വുഡ്സ് എക്സെട്ര അല്ലേ. വുഡിൻ്റെ സ്പ്ലിൻ്റ് അടിച്ച് കയറി പൊത്ത് കയറുന്നതെല്ലാം ഒരു കത്തി കൊണ്ട് കുത്തിയാൽ എന്താണ്, പങ്ക്ചേർഡ് വൂണ്ടാണ്. ഒരു കത്തി വലിയ കത്തിയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ഇൻസൈസ്ഡ് വൂണ്ടായി മാറും അല്ലേ. ഒരു കുത്ത് മാത്രമാണെങ്കിൽ അത് പങ്ക്ചേർഡ് വൂണ്ടാണ്. നമ്മുടെ കാലിൽ മുള്ളു കൊള്ളു കയറുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ആണി പൊത്ത് കയറുന്നു, ഇതെല്ലാം പങ്ക്ചർ കുത്തുന്ന വൂണ്ടാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പേര് പഠിച്ചു വെച്ചേക്കണം. ഇൻസൈസ്ഡ് വൂണ്ട് ക്ലീൻ കട്ട്, അതുപോലെ ലാസറേറ്റഡ് വൂണ്ട് ഒരു വയർ കട്ട്, അതുപോലെ എന്താണ് കൺഡ്യൂസ്ഡ് വൂണ്ട് ഇടിച്ച് തകർന്ന ഒരു ക്ഷതം, ചതവ്. അത് കഴിഞ്ഞ് പങ്ക്ചേർഡ് വൂണ്ട് എന്താണ്, എന്തെങ്കിലും പൊത്ത് കയറുന്ന സാധനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് ബ്ലീഡിങ് നിയന്ത്രിക്കാം? ബ്ലീഡിങ് ഓർ ഹെമറേജ് ഈസ് ദ മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് ഹെമറാജിക് വൂണ്ട്സ്. നമുക്കറിയാം ഹെമറാജിക് വൂണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബ്ലീഡിങ് ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ദ ഡിഗ്രി ഓഫ് ഹെമറേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ്, നമ്പർ ആൻഡ് സൈസ് ഓഫ് ബ്ലഡ് വെസൽ സിവിയേർഡ്. മുറിയപ്പെട്ട അല്ലേ ബ്ലഡ് വെസൽ എത്ര എണ്ണം മുറിയപ്പെട്ടു, അല്ലെങ്കിൽ മുറിയപ്പെട്ട ബ്ലഡ് വെസൽ എങ്ങനെയുള്ളതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിഗ്രി ഓഫ് ഹെമറേജിൽ വ്യത്യാസം ഉണ്ടാകും. എങ്ങനെ, നമുക്ക് മുറിഞ്ഞു പോകുന്ന ഒരു ആർട്ടറി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലോട്ട് ആകാൻ. കാരണം തും തെറിച്ചുകൊണ്ടിരിക്കും. കാരണം ഓരോ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിൽ ഇങ്ങനെ 70 തവണ 70 സെക്കൻഡ് അല്ല, ഓരോ മിനിറ്റിലും 70-72 തവണ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓരോ സെക്കൻഡിൽ പോലും അതിന് ഒരു സെക്കൻഡിൻ്റെ വേരിയേഷൻ പോലും ഇല്ല അവിടെ ബ്ലഡ് ഇങ്ങനെ തള്ളുന്നതായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ആർട്ടറിയാണ് അല്ലെങ്കിൽ ധമനിയാണ് മുറിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. പകരം മിക്കവാറും ധമനികൾ മുറിയാറില്ല, നമുക്ക് സിരകളാണ് മുറിയാറുള്ളത്. കാരണം ധമനികൾ മിക്കവാറും എല്ലാം അകത്തൂടെയാണ് പോകുന്നത്. നോക്കാം, എന്താണ് ഞാൻ പറഞ്ഞത്രേ ഉള്ളത്, ഡിഗ്രി ഓഫ് ഹെമറേജ്, എത്രത്തോളം ഹെമറേജ് ഉണ്ടാകുന്നു, എത്രത്തോളം ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു എന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് ബ്ലഡ് വെസൽസ് ഈ സിവിയേർഡ്. മുറിഞ്ഞ ബ്ലഡ് വെസൽ എങ്ങനെയുള്ളതാണ്, എന്ത് ആർട്ടറി ആണോ, വെയിൻ ആണോ, അല്ലെങ്കിൽ കാപ്പിലറി ആണോ. കാപ്പിലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന വലിയ ആർട്ടറികൾ തിരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ആർട്ടിയോറുകളായി, അത് പിന്നെ തിരിഞ്ഞ് കുഞ്ഞു കാപ്പിലറി ആയിട്ടാണ് നമ്മുടെ ഓരോരോ കുഞ്ഞ് ടിഷ്യൂസിനും ബ്ലഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ കൈ മുറിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു ബ്ലഡ് വെസൽ മുറിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് അവിടെ നല്ല
ക്യാപ്പിലറി സപ്ലൈ ഉണ്ട്. ആ ക്യാപ്പിലറീസ് ആണ് മുറിയുന്നത്. ക്യാപ്പിലറീസ് മുറിഞ്ഞാൽ എന്താണ്? കുറച്ച് ബ്ലീഡിങ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ? ശരിയല്ലേ? പക്ഷേ കുറച്ച് ആഴത്തിന് മുറിഞ്ഞാൽ നല്ല ബ്ലീഡിങ് ഉണ്ടാകും. കാരണം ഏതെങ്കിലും ഒരു വെയിനോ കുഞ്ഞ് ആർട്ടറി എന്തെങ്കിലും കട്ടായിട്ടുണ്ടാകാം അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താ, ദ ഡിഗ്രി ഓഫ് ഹെമറേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് ബ്ലഡ് വെസൽസ് സിവിയേർഡ്, അതുപോലെ നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ് സിവിയേർഡ്, അതുപോലെ സൈസ് ഓഫ് ബ്ലഡ് വെസൽസ് സിവിയേർഡ്. 3 കാര്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എങ്ങനെയുള്ള ബ്ലഡ് വെസലാണ്, എത്ര എണ്ണം മുറിഞ്ഞു, അതുപോലെ എത്രത്തോളം വലിയ ബ്ലഡ് വെസലാണ് മുറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെമറേജ് വലുതാണോ ചെറുതാണോ തീരുമാനിക്കുന്നത്. ഡെത്ത് മേ ആൾസോ ഓക്കർ ഇൻ കേസ് ഓഫ് സിവിയർ ബ്ലീഡിങ്. നല്ല ബ്ലീഡിങ് ആണെങ്കിൽ ഡെത്ത് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലരും ഞരമ്പൊക്കെ കണ്ടിച്ചിട്ട് ഇങ്ങനെ കടന്ന് സിനിമയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സിനിമയെ കണ്ടുകൊണ്ട് എത്ര പേര് ഞരമ്പ് കണ്ടിച്ചിട്ടുണ്ട്? അങ്ങനെ ആരെങ്കിലും ചത്തിട്ടുണ്ടോ? വളരെ കുറച്ച് മാത്രം ചത്തില്ല. ഞരമ്പൊന്നും കണ്ടിച്ചാൽ ചാവലൊക്കെ വലിയ പാടാണ്, ഇച്ചിരി സമയം എടുക്കും കേട്ടോ. ബ്ലഡ് പോയാൽ ചാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ ഇവൻ കണ്ടിക്കുമ്പോഴത്തേക്കും ഞരമ്പ് മുറിഞ്ഞില്ലെന്നും അറിയില്ല. ഞരമ്പ് ബ്ലഡ് വരും, ഇവിടെ മുറിയുമ്പോൾ ഞാൻ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓ മുറിഞ്ഞ അടിപൊളി, ഇനി കുറേ കഴിയാൻ ചാവുമല്ലോ എന്ന് പറഞ്ഞാൽ കിടക്കും. ചിലപ്പോൾ ഇവൻ ചത്തെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും, ആൾക്കാർ വന്ന് നിൽക്കുന്ന നാണക്കേട്. അതുകൊണ്ട് ഞരമ്പൊന്നും മുറിച്ച് ആരും ചാവരുത് കേട്ടോ. ഞരമ്പ് മുറിച്ചല്ല, ഒരു കാരണവശാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്കുള്ള ബോധമില്ലാത്ത മനുഷ്യർ മാത്രമേ ആത്മഹത്യ ചെയ്യത്തുള്ളൂ അല്ലേ? ഏതെങ്കിലും മൃഗങ്ങൾ ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും മൃഗങ്ങൾ ആത്മഹത്യ ചെയ്യോ? ചെയ്യില്ല. മനുഷ്യൻ മാത്രം ചെയ്യും. കാരണം മനുഷ്യനാരാ? പൊട്ടനാ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ നിങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു തന്നു അല്ലേ? അതായത് കോടാനുകോടി സ്പേംസ് ഇങ്ങനെ വന്നു, അതിനെ ബാക്കി ഓരോരുത്തരെ ആടിച്ച് കൊന്ന് പീർത്ത് കയറി വന്ന ഒരൊറ്റ വിജയിച്ച ഒരു സ്പേമാണ് മക്കളെ നമ്മൾക്കുള്ള കഴിവ്. അങ്ങനെ ജയിച്ചപ്പോൾ തന്നെ വിന്നേഴ്സായിട്ട് ജയിച്ചു നമ്മളാണല്ലേ. അങ്ങനെയുള്ള നമുക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതി 1ാമത്തെ റാങ്ക് വാങ്ങുക എന്നുള്ളത് ഒരു പൂന്തോട്ടത്തിൽ നിന്ന് പൂ വിറുക്കുന്ന ലാഘവം മാത്രമേ ഉള്ളെന്ന് ലോകത്തോട് വിളിച്ച് പറയേണ്ട സമയമുണ്ടാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. മനസ്സിലായാ? പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം, റിപ്പീറ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ വന്ന് പരീക്ഷയ്ക്ക് ശേഷം ചോദിച്ചാൽ പറയാൻ നിങ്ങൾക്ക് കഴിയരുത്. അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ പ്രാക്ടീസിലൂടെ പോലെ ബാക്കി എല്ലാം നമ്മുടെ വഴിക്ക് വരും കേട്ടോ. ശ്രദ്ധിക്കുക, നോക്കുക. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേ? ഡെത്ത് മേ ആൾസോ ഓക്കർ ഇൻ കേസ് ഓഫ് സിവിയർ ബ്ലീഡിങ് അല്ലേ? സിവിയർ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? ഡെത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. അടുത്ത് നോക്കാം. ഹീറ്റ്, ലിഗേഷൻ, പ്രഷർ ആൻഡ് ടോർഷൻ ആർ സം ഓഫ് ദ വേസ് ടു ട്രീറ്റ് ബ്ലീഡിങ് ഉണ്ടോ? ശ്രദ്ധിക്കുക. ഹീറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? എന്താ നമ്മുടെ ഡീഹോണിങ് പഠിച്ച സമയത്ത് നമ്മൾ എന്ത് വെച്ചിട്ടടാ 1000 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടുള്ള ഇലക്ട്രിക് ഡീഹോണർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡീഹോൺ ചെയ്യണ സമയത്ത് അവിടെ ബ്ലീഡിങ് ഉണ്ടാവില്ല. കാരണം ബ്ലീഡിങ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ കോട്ടറൈസേഷൻ എഫക്റ്റ് ഓഫ് ദ ഹീറ്റ് എന്ന് പഠിച്ചു അല്ലേ? കുഞ്ഞു ബ്ലഡ് വെസൽസിനെല്ലാം അവിടെ അടച്ചു കളയാനുള്ള ശേഷി ആർക്കുണ്ട്? ഹീറ്റിനുണ്ട്. അപ്പോൾ ഹീറ്റ് ഒരു കോട്ടറൈസേഷൻ. എന്താ കോട്ടറൈസേഷൻ? ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുന്ന പരിപാടി കോട്ടറൈസേഷൻ ഉപയോഗിച്ചാണ് ഹീറ്റ്. അടുത്ത ലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഇൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ആർട്ടറി അല്ലെങ്കിൽ വെയിൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനൊരു ലിഗേച്ചർ ഒരു കെട്ടിടും. എന്നിട്ട് നമ്മളൊരു ഫോർസെപ്സ് വെച്ച് അടച്ചു വയ്ക്കാൻ ലിഗേഷൻ. അല്ലെങ്കിൽ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഒരു സ്ഥലത്ത് മുറിഞ്ഞു നമ്മൾ അമർത്തി പിടിക്കില്ല, അതാണ് പ്രഷർ. അതുപോലെ ടോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പിടിച്ച് തിരിക്കുക. അത്ര ഇതൊക്കെയാണ് എന്താ ബ്ലീഡിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ അപ്ലൈയിങ് ചിൽഡ് വാട്ടർ ഈസ് എൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് ബ്ലീഡിങ് ഫ്രം സ്മാൾ ബ്ലഡ് വെസൽസ് അല്ലേ? ചെറിയ ബ്ലഡ് വെസൽസ് ആണെന്നുണ്ടെങ്കിൽ ചിൽഡ് വാട്ടർ, തണുത്ത വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആയിക്കോളും. അതുപോലെ എന്താണ് നമ്മളിത് സർജറി ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ലിഗേഷൻ ആൻഡ് ടോർഷൻ തിരിച്ച് വെക്കുന്ന അല്ലെ കട്ട് എൻഡ് ഓഫ് ദ ലാർജ് ബ്ലഡ് വെസൽസ് മസ്റ്റ് ബി പ്രാക്ടീസ്ഡ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചത്തുപോകും. നമ്മളിതൊരു കട്ട് ചെയ്തൊരു സർജറി ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്നീ ലിഗേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ടോർഷൻ ചെയ്ത് വെക്കും അല്ലേ? അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്ലൈയിങ് ഹാൻഡ് പ്രഷർ ഓവർ ദ സർഫസ് ഓഫ് ദ വൂണ്ട് ഈസ് ദ മോസ്റ്റ് കൺവീനിയൻറ്റ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് ബ്ലീഡിംഗ് ഇൻ മോസ്റ്റ് കേസ്. സാധാരണ നമ്മുടെ ഒരു ഫസ്റ്റ് എയ്ഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എന്താണ് കാരണം, ഏതൊക്കെ മുറിഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ പെട്ടെന്ന് ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അപ്ലൈയിങ് ഹാൻഡ് പ്രഷർ അല്ലേ? കൈകൊണ്ട് അമർത്തി പിടിക്കുക എന്നുള്ളത് മിക്കവാറും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? whenever possible the area must be bandaged with a clean cloth or bandage. അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ബാൻഡേജ് കെട്ടാം. അതുപോലെ ബിഫോർ പുട്ടിംഗ് ഓൺ ദ ബാൻഡേജ് ദ വൂണ്ട് മസ്റ്റ് ബി കവർഡ് വിത്ത് എ പീസ് ഓഫ് സ്റ്റെറൈൽ അബ്സോർബന്റ് കോട്ടൺ ദാറ്റ് ഈസ് ഡസ്റ്റഡ് വിത്ത് ബോറിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഈ മുറിവ് കെട്ടി കണ്ടാൽ അറിയാൻ പറ്റും ഇതിനകത്തൊരു അബ്സോർബന്റ് കോട്ടൺ വെച്ചിട്ടുണ്ട്. ആ കോട്ടൻ്റെ മുകളിൽ കൂടെ ഒരു ഗേഴ്സ് കാണും. കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പഞ്ഞി അല്ലേ? പഞ്ഞീനെ അതാണ് അബ്സോർബന്റ് കോട്ടൺ. അവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും ബ്ലഡോ ഒക്കെ ഉണ്ടെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് എന്ത് ബോറിക് ആസിഡ് വെച്ച് പൊടിയിട്ട അല്ലെങ്കിൽ ബോറിക് ആസിഡ് ഡസ്റ്റ് ഇട്ട സാധനമാണ് നമ്മളവിടെ വെച്ച് കെട്ടുന്നത്. ഓക്കെ,
അതുപോലെ ബ്ലീഡിംഗ് ഫ്രം വുണ്ട് കനോട്ട് ബി സ്റ്റോപ്ഡ് ബൈ ബാൻഡേജിങ് മേ ടെമ്പറലി ബി സ്റ്റോപ്ഡ് ബൈ അപ്ലൈങ് ഹാൻഡ് പ്രഷർ ഓർ സ്റ്റഫിംഗ് പാഡിംഗ് ഇറ്റ് വിത്ത് അബ്സോർബൻ കോട്ടൺ ആൻഡ് ഹോൾഡിംഗ് ഇറ്റ് ഇൻ പ്ലേസ് വിത്ത് സ്വിച്ചേഴ്സ്. നോക്കുക, അതായത് വെറുതെ ബാൻഡേജ് ഇട്ടുകൊണ്ട് നമുക്ക് ബ്ലീഡിങ് നിർത്താൻ പറ്റത്തില്ല. ടെമ്പറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈ വെച്ച് അമർത്തി നമുക്ക് ബ്ലീഡിങ് നിർത്താൻ പറ്റും അല്ലേ. അതുപോലെ എന്താണ്? പാഡിംഗ് വിത്ത് അബ്സോർബൻറ്റ് കോട്ടൺ ആൻഡ് ഹോൾഡിംഗ് ഇറ്റ് ഇൻ പ്ലേസ് വിത്ത് സ്വിച്ചേഴ്സ് അല്ലേ. കുറേ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബൻറ്റ് കോട്ടൺ വെച്ചിട്ട് ബാൻഡേജ് ഇട്ട് കെട്ടാം. അല്ലാണ്ട് വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വെറുതെ ബാൻഡേജ് അടിച്ച കാര്യമല്ല, ബ്ലീഡിങ് നിർത്തിയിട്ടാണ് ബാൻഡേജ് ഇടേണ്ടത്. അതുപോലെ ദ ബാൻഡേജ് മസ്റ്റ് ബി ലെഫ്റ്റ് ഇൻ പ്ലേസ് ഫോർ 12 to 36 hours ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബ്ലീഡിങ് ആൻഡ് ടൈപ്പ് ഓഫ് ദ വൂണ്ട്. ഒരു 12 മുതൽ 36 മണിക്കൂർ വരെ അതവിടെ ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ഇനി മാനേജ്മെന്റ് ഓഫ് ഫുഡ്സ് നോക്കാം. ഇതാണ് ദ വൂണ്ടഡ് ഏരിയ മസ്റ്റ് ബി കെയർഫുള്ളി എക്സാമിൻഡ് ഫോർ ഫോറിൻ ഒബ്ജക്ട്സ് ഓർ പാർട്ടിക്കിൾസ് ലൈക്ക് ഹെയർ, ഡർട്ട്, ഗ്രാവൽ, വുഡ്, ഗ്ലാസ് പീസ് എക്സെട്ര. അതായത് വൃത്തിയാക്കണം വൂണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള മുടിയോ മറ്റുള്ള കാര്യങ്ങളോ ഗ്രാവലോ പൊടിയോ മണ്ണോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പച്ചയിറച്ചി മണ്ണ് പറ്റിയ തുന്നിക്കൂട്ടാൻ പറ്റൂല, കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ മണ്ണൊന്നും ഉണ്ടാവാൻ പാടില്ല, തുന്നിക്കൂട്ടാൻ പറ്റൂല. ഹെയർ ആൻഡ് ടോൺ ടിഷ്യൂസ് എലോങ് ദ മാർജിൻസ് ഓഫ് എ വൂണ്ട് വിച്ച് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ ഹീലിംഗ് പ്രോസസ് മസ്റ്റ് ബി ട്രിംഡ്. അവിടെ ഇതിൻ്റെ മാർജിനിൽ എന്തൊക്കെയുണ്ട്? ഹെയർ ഉണ്ട്, ടോൺ മുറിഞ്ഞ് പൊടിഞ്ഞു പോയ ടിഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീലിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് അതിനെ ട്രിം ചെയ്ത് കളയണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതുപോലെ ഡ്രെയിനേജ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ ദ സെക്രീഷൻ ഓഫ് പസ്. അപ്പോൾ ഇൻ കേസ് ഓഫ് പസ് ഇതുപോലെ ഇത് ഇൻസിഷൻ ആൻഡ് ഡ്രെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്കിവിടെ നമ്മുടെ കാലിൽ ഒരു പരു വന്നു വെച്ചോളൂ, അതിനകത്ത് പഴുപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസിഷൻ ഇടും, എന്നിട്ട് ഡ്രെയിനേജ് ഇടും, എന്നിട്ട് അകം മൊത്തം വൃത്തിയാക്കി, എന്നിട്ട് അകത്തോട്ട് തിരി ഇറക്കി വയ്ക്കും. തിരി ഇറക്കി വെച്ചിട്ട് തിരി ഇങ്ങോട്ട് കയറി വരുന്നതനുസരിച്ച് അത് ഹീലായി വരും. അതാണ് സംഭവം. അപ്പം നോക്കാം, ഡ്രെയിനേജ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ ദ സെക്രീഷൻ ഓഫ് പസ്. അതായത് നമുക്കിപ്പം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഊണ്ടാണെങ്കിൽ അവിടെ പസ് ഉണ്ടാവത്തില്ല. പസ് ഇൻ കേസ് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രെയിനേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ പസ് ഒഴുകി പോകാനുള്ള വഴി ഉണ്ടാക്കണം. സ്യൂച്ചറിങ് ഓഫ് ദ വൂണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ. എവിടെയാണോ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ സ്യൂച്ചർ ചെയ്യാറുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ സ്യൂച്ചർ ചെയ്യുക, എവിടെയൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കാം. എ വൂണ്ട് മസ്റ്റ് നോട്ട് ബി ക്ലോസ്ഡ് വിത്ത് സ്യൂച്ചേഴ്സ് അൺലെസ് ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് ഷോസ് നോ സൈൻസ് ഓഫ് സ്ലോയിങ്. അതായത് ഊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? സ്യൂച്ചർ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെന്ന്? ഒന്ന് ക്ലീൻ അല്ലാത്ത ഊണ്ട് സ്യൂച്ചർ ചെയ്യാൻ പാടില്ല. പച്ചയിറച്ചി മണ്ണ് പറ്റിയ തുന്നി കൂട്ടാൻ പറ്റൂല. അതുപോലെ എ വൂണ്ട് മസ്റ്റ് നോട്ട് ബി ക്ലോസ്ഡ് വിത്ത് സ്യൂച്ചേഴ്സ് അൺലെസ് ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് ഷോസ് നോ സൈൻസ് ഓഫ് സ്ലോയിങ് അല്ലേ. അത് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂച്ചർ ചെയ്യാം, അല്ലെങ്കിൽ അത് സ്യൂച്ചർ ചെയ്യരുത്. അതുപോലെ എന്താണ്? അത് അടർന്നു പോകുന്ന തരത്തിലാണെന്നുണ്ടെങ്കിലും അത് സ്യൂച്ചർ ചെയ്യരുത്. A severely infected wound must be left open unless a satisfactory drainage for pus and secretion is made. A severely infected wound must be left open. നോക്കുക, ഒരു നല്ല ഇൻഫെക്ഷനായ വൂണ്ടാണല്ലേ, അത് നമ്മൾ തുറന്ന് തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് തുന്നി കൂട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഡ്രെയിനേജ്, അതായത് പുറത്തേക്ക് പസ് ഒലിച്ചു പോകാനുള്ള ഡ്രെയിനേജ് നമ്മൾ ഇട്ടേക്കണം. ബാക്കി അത് ഉണങ്ങിക്കോളും, കുഴപ്പമില്ല കേട്ടോ. അതുപോലെ വൂണ്ട്സ് ഇൻ മസിൽസ് നിയർ ദ മൂവബിൾ ജോയിൻറ്റ്സ് മസ്റ്റ് ആൾസോ നോട്ട് ബി സ്യൂച്ചേർഡ്. നിങ്ങളെ മുട്ടിലൊക്കെ ഒരു മുറിവൊക്കെ ഇൻസിഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ തുന്നി കൂട്ടാൻ പറ്റൂല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെയാണ്. ഞാൻ പണ്ടിരിക്കുക വണ്ടിയിൽ നിന്ന് വേണ്ട മുട്ടിടിച്ച് വേണ്ട പൊന്നടാവേ, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുട്ടിടിച്ച് നല്ല മുറിവായിരുന്നു. അവസാനം എന്താ? ബാത്റൂമിൽ ഇരിക്കണ്ടേ നമുക്ക്? പരിപാടി കണ്ടേ? ചുമ്മാ കിടന്നാൽ മാത്രം മതിയോ? അല്ല, ഈ പറഞ്ഞ ഇവിടെയാണെങ്കിലോ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അവിടെ എന്ത് കണക്കില്ല. ഈ പറഞ്ഞ പോലെ തുന്നി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വൂണ്ട്സ് ഇൻ മസിൽസ് നിയർ മൂവബിൾ ജോയിൻറ്റ്സ് മസ്റ്റ് ആൾസോ നോട്ട് ബി സ്യൂച്ചേർഡ്. അപ്പോൾ സ്യൂച്ചർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള സ്ലോ ചെയ്ത് പോകും. സ്ലോയിങ് ഓഫ് എന്ന് പറഞ്ഞാൽ അടർന്നു പോകുകയാണ് സ്ലോയിങ് ഓഫ് കേട്ടോ. അപ്പോൾ സ്യൂച്ചറിങ് ഓഫ് ദ വൂണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ. നോക്കാം, എ വൂണ്ട് മസ്റ്റ് നോട്ട് ബി ക്ലോസ്ഡ് വിത്ത് സ്യൂച്ചേഴ്സ് അൺലെസ് ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് ഷോസ് നോ സൈൻസ് ഓഫ് സ്ലോയിങ്. അതായത് സൈൻസ് ഓഫ് സ്ലോയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുന്നി കൂട്ടാൻ പറ്റൂല. അതുപോലെ എന്താണ്? അത് ക്ലീൻ അല്ല, പച്ചയിറച്ചി മണ്ണ് പറ്റിയാലും തുന്നി കൂട്ടാൻ പറ്റൂല. അതുപോലെ എന്താണ്? എ സിവിയർലി ഇൻഫെക്റ്റഡ് വൂണ്ട് എന്താണ്? തുന്നി കൂട്ടരുത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പസ് ഒഴിച്ചു പോകാൻ പാകത്തിന് ഡ്രെയിനേജ് ഇടാൻ പറ്റില്ലെങ്കിൽ തുന്നി കൂട്ടരുത്. അതുപോലെ എന്താണ്? വൂണ്ട്സ് ഇൻ മസിൽസ് നിയർ മൂവബിൾ ജോയിൻസിൻ്റെ അടുത്തുള്ള വൂണ്ട്സ് നമ്മൾ എന്ത് ചെയ്ത് തുന്നി കൂട്ടരുത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ദ ആനിമൽ മസ്റ്റ് ബി കെപ്റ്റ് ഇൻ എ ക്ലീൻ പ്ലേസ്. ഒരു ക്ലീൻ പ്ലേസിൽ കൊണ്ടാക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്റ്റോപ്ഡ് ഫ്രം ബൈറ്റിംഗ്. അതിനെ കടിക്കാനോ അല്ലെങ്കിൽ നക്കാനോ സമ്മതിക്കരുത് അല്ലേ. നിക്കിംഗ് ഓൺ നിബിളിംഗ് ഓൺ ദ വൂണ്ട് അതൊന്നും സമ്മതിക്കരുത്. അതുപോലെ ഡർട്ട് ആൻഡ് റബ്ബിംഗ് അഗെയിൻസ്റ്റ് വീഡ് ആൻഡ് ഗ്രാസ് ക്യാൻ ഇറിറ്റേറ്റ് വൂണ്ട്സ് ഓൺ ദ ഫൂട്ട്. കാലിലകത്തൊക്കെ ഉള്ള സാധനമൊക്കെ ആണെങ്കിൽ അത് പുറമേക്ക് ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് ഈ നടക്കുമ്പോഴത്തേക്കും വീടുകളിലും ഡർട്ടിലൊക്കെ പട്ടുമ്പോഴത്തേക്കും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നിർത്തണം. അതുപോലെ ലോക്കൽ ട്രീറ്റ്മെന്റ് കൺസിസ്റ്റ് ഓഫ് കീപ്പിംഗ് ദ വൂണ്ട് ക്ലീൻ ബൈ വാഷിംഗ് ഇറ്റ് ഡെയിലി ആൻഡ് അപ്ലൈയിങ് ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഓയിൽമെൻറ്റ് ലോഷൻ ഓർ പൗഡർ അല്ലേ. അത്രയേ ഉള്ളൂ. വൃത്തിയാക്കി വെക്കുക, ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റോ ലോഷനോ പൗഡറോ ഒക്കെ ഇടുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പടം കണ്ട് നിങ്ങൾ ഞെട്ടിയാ എന്തുവാ ഇത് കണ്ടോ നിങ്ങൾ? ഇതാണ് യൂട്രീൻ കാരങ്കിൾസ്. ഞാൻ പലപ്പോഴും കാരങ്കിൾസ് കാണിച്ചില്ലെന്ന് പറയാറില്ലേ? ഇങ്ങനെ ബട്ടൺ പോലെ ഇരിക്കുന്നത് കണ്ടോ? ഇത് വേറൊന്നുമല്ല, പ്രൊലാപ്സ് ആയിരിക്കുന്നത് പ്രസവിച്ച് കഴിഞ്ഞുള്ള പശുവിൻ്റെ യൂട്രസ് ഇങ്ങ് തള്ളിപ്പോയതാണ്. അകത്തുള്ള ലിഗമെൻറ്റ്സ് ഒക്കെ കുറച്ച് ലൂസായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങ് തള്ളി വന്നതാണ്. അപ്പോൾ കുട്ടി ഇതിനകത്താണ് കിടന്നത്. കുട്ടിയെ കവർ ചെയ്തുകൊണ്ട് കിടന്ന വലിയ സഞ്ചിയായിരുന്നു ഈ യൂട്രസ്. യൂട്ടറൈൻ പ്രൊലാപ്സ് ഓഫ് ദ യൂട്രസ്. നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയറിൻ ദ യൂട്രസ് കംസ് ഔട്ട് ഓഫ് ദ അനിമൽസ് വജൈന. അതായത് നമ്മളൊരു കവർ അകത്തോട്ടിരിക്കൂലേ, അകത്തിരുന്ന കവർ നേരെ നമ്മൾ കവർ തിരിച്ചിടൂലടാ, അതുപോലെ ആ കവർ അകത്തോട്ടിരുന്ന കവർ നേരെ പുറത്തോട്ട് തള്ളി വന്നു. ഇതാണ് സംഭവം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ ദ യൂട്രസ് കംസ് ഔട്ട് ഓഫ് ദ അനിമൽസ് വജൈന. ഇറ്റ് നോർമലി ഓക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കാവിങ്. അല്ലേ, കാവിങ്ങിന് തൊട്ട് ബാക്കിലാണ് നടക്കുന്നത്. ഓർ ഫ്യൂ അവേഴ്സ് ആഫ്റ്റർ കാവിങ്. അല്ലേ, കാവിങ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാലൊക്കെ നടക്കും. ഇൻ സം കേസസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂഷ്വലി ഒബ്സർവ്ഡ് ഇൻ ആരൊക്കെയാണ്? ഓൾഡ് ആൻഡ് മാൾനറിഷ്ഡ് അനിമൽസ്, അതുപോലെ അനിമൽസ് വിത്ത് കാൽഷ്യം ഡെഫിഷ്യൻസി. അങ്ങനെയുള്ള 3 കാറ്റഗറിയാണ് സാധാരണ ഇത് കണ്ടുവരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. മിക്കവാറും ഇത് പ്രസവിച്ചതിന് ശേഷമാണ്. പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണം ഇങ്ങനെ കണ്ടു തുടങ്ങും. എന്താണ്? യൂട്രസ് അല്ല, അതിൻ്റെ എന്താണ് ഈ നമ്മുടെ സെർവിക്സ് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. വജൈനയെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതുണ്ടെങ്കിൽ നേരത്തെ തള്ളി വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കെട്ടിടണം. അതൊക്കെ വേറെ പരിപാടിയുണ്ട്. അതൊക്കെ നമ്മളല്ല, വെറ്റനറിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നോക്കാം, ഇത് ആർക്കൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് ചോദിക്കാം. അല്ലേ, ആരൊക്കെയാണ്? ഓൾഡ് ആൻഡ് മാൽ നറിഷ്ഡ് അനിമൽസ്, ആവശ്യത്തിന് തീറ്റ കിട്ടാത്ത അനിമൽസ്, പ്രായം ചെന്ന അനിമൽസ്, അനിമൽസ് വിത്ത് കാൽഷ്യം ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ളതിനാണ് എന്താണ് കൂടുതലും യൂട്രസ് പ്രൊലാപ്സ് കണ്ടുവരാറുള്ളത്. നോക്കാം. സം ബ്രീഡ്സ് ഓഫ് കാറ്റിൽ ആർ പർട്ടിക്കുലർലി സസെപ്റ്റബിൾ ടു യൂട്രൈൻ പ്രൊലാപ്സ് ഇൻ വിച്ച് മാസ് യൂട്രസ് ഈസ് ഫൗണ്ട് ഹാങ്ങിങ് ത്രൂ ദ വൾവ വഴി യൂട്രസ് പുറത്തേക്ക് വരും. ഏതൊക്കെ ബ്രീഡ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പഠിക്കണ്ട. അതുപോലെ ഇൻ ഡിലേഡ് കേസസ് ദ മാസ് മേ ഗെറ്റ് റപ്ചേർഡ് ഓർ ലാസറേറ്റഡ് ആസ് ദ ആനിമൽ റബ്സ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ഗ്രൗണ്ട് ഓർ വാൾ ഓർ ഷെഡ്. അതായത് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ താങ്ങിക്കോളണം, അതിനെ നമ്മൾ നോക്കിക്കോളണം കേട്ടോ. അപ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ചിലപ്പോൾ രാവിലെ മാത്രമേ കാണത്തുള്ളൂ. രാവിലെ കാണുമ്പോഴത്തേക്ക് ഇത് മൊത്തം പുറത്ത് വന്ന് കിടക്കും. അപ്പോൾ തറയിലൊക്കെ ഉരഞ്ഞൊക്കെ അത് മുറിവൊക്കെ സംഭവിച്ചാൽ പിന്നെ വലിയ പാടാണ്. മനസ്സിലായില്ലേ? എന്താ ട്രീറ്റ്മെൻറ്റ്? ദ ഡയറി ഫാമർ ഓർ അനിമൽ ഹെൽത്ത് വർക്കേഴ്സ് മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി വാഷ് ദ പ്രൊലാപ്സ്ഡ് മാസ് ഓർ യൂട്രസ് വിത്ത് മൈൽഡ് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ. അതുപോലെ അതിലൊരു നീർവീക്കം വന്നിട്ടുണ്ട്. ഇഫ് ദർ ഈസ് സ്വെല്ലിംഗ് ഓർ ദ മാസ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് ഐസ് വെച്ച് നമുക്ക് ഉരച്ചതിൻ്റെ ഐസ് വെച്ച് തേക്കുമ്പോഴത്തേക്ക് നീർവീക്കം കുറയ്ക്കാൻ പറ്റും. അതുപോലെ ആൾട്ടർനേറ്റീവ്ലി സാച്ചുറേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ആൾസോ മേ ബി അപ്ലൈഡ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഓഫ് ദ മാസ്. ദ അനിമൽ ഹെൽത്ത് വർക്കർ ഓർ ഡയറി ഫാമർ മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി റാപ്പ് ദ പ്രൊലാപ്സ്ഡ് മാസ് വിത്ത് എ വെറ്റ് ടവൽ ആൻഡ് ട്രൈ ടു കീപ് ഇറ്റ് റൈസ്ഡ് അപ് ടു ദ ലെവൽ ഓഫ് ദി വൾവ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടത്? ദ ഡയറി ഫാമർ ഓർ അനിമൽ ഹെൽത്ത് വർക്കർ ആരോ ആയിക്കോട്ടെ മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി വാഷ് ദ പ്രൊലാപ്സ്ഡ് മാസ് ഓഫ് യൂട്രസ്. ചെറിയൊരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ കൊണ്ട് നമ്മളത് കഴുകിയെടുക്കണം. മനസ്സിലായോ? താഴോട്ട് വീണ് വന്ന് കിടക്കുന്ന സാധനത്തിന് നല്ല സ്വെല്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് വെച്ച് നമുക്ക് അതിൻ്റെ സ്വെല്ലിംഗ് കുറയ്ക്കാം, നീറ്റിൽ കുറയ്ക്കാം. അടുത്തത് എന്താണ്? ഷുഗർ സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാലും എന്താണ് സ്വെല്ലിംഗ് കുറയും. കാരണം അതിനൊരു ഓസ്മോട്ടിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ജലാംശം വലിച്ചെടുക്കാനുള്ള എഫക്റ്റ് ഷുഗറിനുണ്ട്. അങ്ങനെ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ നെല്ലിക്കയൊക്കെ ഷുഗറിലിട്ട് കഴിഞ്ഞാൽ അത് ചുരുങ്ങൂലേ, അതുപോലെ അനിമൽ ഹെൽത്ത് വർക്കർ എന്ത് ചെയ്യണം? ഒരു വെറ്റ് ടവൽ കൊണ്ടുള്ള വൃത്തിയുള്ള വെറ്റ് ടവൽ കൊണ്ട് ഇതിനെ പൊന്തിച്ച് നിർത്തണം. ഇങ്ങനെ തിരിച്ച് കയറ്റുന്നതൊക്കെ ഡോക്ടർ വന്നിട്ട് പുറത്ത് വന്നത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം വൃത്തിയായിട്ട് കഴുകുക, പൊന്തിച്ച് നിർത്തുക. നീരുണ്ടെങ്കിൽ ഐസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സൊല്യൂഷനൊക്കെ ഒഴിച്ചിട്ടൊക്കെ നീര് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഉണങ്ങാൻ സമ്മതിക്കരുത്. ഈ പറഞ്ഞ സാധനം പുറത്ത് വന്നിരുന്ന് ഉണങ്ങാൻ സമ്മതിക്കരുത്. അല്ലേ, അവിടെ നനവുള്ള ടവൽ വെച്ച് തുടയ്ക്കാൻ പറഞ്ഞു, താങ്ങി നിർത്താൻ പറഞ്ഞു. അതുപോലെ ഇഞ്ചുറി ടു ദ പ്രൊലാപ്സ്ഡ് മാസ് മസ്റ്റ് ബി അവോയ്ഡഡ് ആൻഡ് ദ വെറ്റിനറിയൻ മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്ലി കാൾ ടു ട്രീറ്റ് ദ അനിമൽ. അല്ലേ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തോട്ട് വന്ന ആ ഒരു യൂട്രൈൻ മാസിന് ഇഞ്ചുറി ഉണ്ടാകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഉള്ളത്. യൂട്രൈൻ പ്രൊലാപ്സ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം മക്കളെ? ഒന്ന് ഉണങ്ങാൻ സമ്മതിക്കരുത്. നമ്മൾ വൃത്തിയായിട്ട് കഴുകുക, ഒരു ചെറിയൊരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ട്, പിന്നെ നീരുണ്ടെങ്കിൽ ഐസോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സാച്ചുറേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ഒഴിച്ചിട്ട് അതിനെ നീരുവീക്കം വറ്റിക്കുക. പിന്നെ നമ്മളിത് പൊതിഞ്ഞ് വയ്ക്കുക, ആളിനെ വിളിച്ച് വരുത്തുക, പൊന്തിച്ച് വയ്ക്കുക, താഴോട്ട് പോകാൻ സമ്മതിക്കരുത്. ആളിനെ വിളിച്ച് കഴിച്ച് അകത്ത് കയറ്റുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറി അനിമൽസിന്റെ കിറ്റിൽ എന്തൊക്കെ വേണം നോക്കാം. ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ആക്സസിബിൾ പ്ലേസ്. ഫസ്റ്റ് എയ്ഡ് അല്ലേ, പെട്ടെന്ന് എടുക്കാൻ പറ്റണം. അല്ലേ,
അതുപോലെ വിച്ച് മസ്റ്റ് ബി ക്ലീൻ കൂൾ ആൻഡ് ഡ്രൈ. ആ ഏരിയ എങ്ങനെ ആയിരിക്കണം? ക്ലീനും കൂളും ഡ്രൈയും ആയിരിക്കണം. നനവുള്ളിടത്തുനിന്ന് കൊണ്ടിടരുത്. അതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അതിനുവേണ്ടി സ്ഥലം വേണം. അതുപോലെ ആ കിറ്റ് മസ്റ്റ് ബി ഈസി ടു ക്യാരി. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പെട്ടിക്കകത്തായിരിക്കണം. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു സ്റ്റിക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ലൈക്ക് ഫാം ഓണർ, വെറ്റിനറിയൻ എക്സെട്ര. അതിന് എയ്ഡ് കിറ്റിൻ്റെ മുകളിൽ തന്നെ ഓണറുടെ നമ്പരും അതുപോലെ എൽഐയുടെ നമ്പറും അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറുടെ നമ്പറൊക്കെ എഴുതി വെച്ചാൽ വളരെ നല്ലത്. കാരണം പെട്ടെന്ന് എടുത്ത് ആരെങ്കിലുമൊക്കെ വിളിക്കാം, അല്ലേ? അതുപോലെ എന്താണ് വിച്ച് ക്യാൻ ബി ആക്സസിബിൾ ഫോർ ദ അതേഴ്സ് ഇൻ കേസ് ഓഫ് ആനിമൽ കെയർ ടേക്കർ ഈസ് ആബ്സെൻറ്റ്. വേറെ നമ്മൾ ശരിക്കുള്ള കെയർ ടേക്കർ ഇല്ലെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കും വന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഈ സാധനം സൂക്ഷിക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സം ഓഫ് ദ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഉണ്ടാവുക. സിസേഴ്സ് ഉണ്ടാവണം, കത്രിക, ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവണം. രാത്രിയാണ് പ്രശ്നം, തലയിലെടുത്ത് വെച്ച് കെട്ടാൻ പറ്റണ്ടേ? ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് അടിച്ച് നോക്കണം. ഹാൾട്ടർ ആൻഡ് റോപ്പ്. പെട്ടെന്ന് തല ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൾട്ടർ ആൻഡ് റോപ്പ് ഉണ്ടാവണം. ഹാൾട്ടർ എന്ന് പറയുമ്പോഴത്തെ ഇങ്ങനെ ഇടുന്ന മോര കയറല്ലേ, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. മൂക്കൊന്നും കുത്താതെ അപ്ലൈ ചെയ്യാൻ പറ്റും. നീഡിൽ നോസ്ഡ് പ്ലെയേഴ്സ്. പ്ലെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നീഡിൽ നോസ്ഡ് പ്ലെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൈക്ക് അത് സിസർ പോലെ തന്നെ ഇരിക്കും കേട്ടോ. സിസർ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അത് പ്ലെയറാണ്. പ്ലെയർ എന്ന് കഴിഞ്ഞാൽ പിടിക്കുന്ന സാധനമല്ലേ? യെസ്, അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനെ ഇരിക്കും. ഇത് വെച്ച് നമുക്കിങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്പോസബിൾ ഗ്ലൗസ് ഉണ്ടാവണം. 4x4 ഗോസ് സ്പോഞ്ചസ്, അതായത് 4x4 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഗോസ് സ്പോഞ്ചസ് ഉണ്ടാവണം. സ്കിൻ ക്ലീൻസേഴ്സ്, സ്കിൻ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം. സ്മാൾ ബോട്ടിൽസ് ഓഫ് സ്റ്റെറൈൽ സലൈൻ, അതായത് സ്റ്റെറൈൽ സലൈൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. സലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ സലൈൻ, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. pH ഒക്കെ സെയിം ആയിട്ടുള്ള സലൈൻ. അപ്പോൾ സലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഉപ്പ് വെള്ളം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സ്റ്റെറൈലായിരിക്കണം. അതിനകത്ത് വേറെ അണുക്കളൊന്നും ഉണ്ടാവാത്ത സലൈൻ. അതിൻ്റെ കുഞ്ഞു ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വൂണ്ട് ക്ലീൻ ചെയ്യാൻ പച്ച വെള്ളത്തിനേക്കാൾ നല്ലത് സ്റ്റെറൈൽ സലൈനാണ്. അപ്പോൾ അതിനകത്തെടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ പിന്നെന്താ പറയുന്നത്, വാട്ടർ സോളബിൾ ഓയിൻമെൻറ്റുകൾ. അതുപോലെ ആൻറ്റി ബ്ലോട്ട് മെഡിസിൻ. പെട്ടെന്നൊരു ബ്ലോട്ടാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബ്ലോട്ട് കുറയ്ക്കാനുള്ള മെഡിസിന്. പിന്നെ എന്താണ്, ബ്ലോട്ട് ഭയങ്കര സിവിയർ ആയിപ്പോയി, കാറ്റ് കളയണം, ട്രോക്കർ ആൻഡ് കാനുല. പിന്നെ റോൾസ് ഓഫ് മെഡിക്കൽ ടേപ്പ്, കെട്ടാനുള്ള മെഡിക്കൽ ടേപ്പിൻ്റെ റോളുകൾ. ഫ്ലൈ റിപ്പല്ലൻ്റ്, നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഈച്ച വന്ന് പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ എന്താണ് ഫ്ലൈ റിപ്പല്ലൻ്റ് അങ്ങ് അടിച്ച് വിടാം, സ്പ്രേ, അല്ലേ? അതുപോലെ ലാർജ് സിറിഞ്ചസ്, വലിയ സിറിഞ്ചസ് ഉണ്ടായിരിക്കണം. 10 to 50 ml സിറിഞ്ചസ്. കോട്ടൺ ഉണ്ടായിരിക്കണം. കോട്ടൺ പഞ്ഞിയാണ്. അതുപോലെ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് ഫോർ ഐസ്, കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം വേണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ്. തെർമോമീറ്റർ, പെട്ടെന്ന് ചൂട് നോക്കാൻ തെർമോമീറ്റർ. ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കണം. മുറിവ് കഴുകാൻ വേണ്ടി ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. മനുഷ്യൻ്റെ ഇതിലും ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവണം. എക്സ്ട്രാ എത്ര ഉണ്ടെന്ന് മാത്രം നോക്കി ഒന്ന് വെച്ചിരുന്നാൽ മതി. താഴെ നിനക്ക് ഏതൊക്കെയാണ് ഇതിൽ വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബുദ്ധിയുള്ള ഒരാൾക്ക് നോക്കി എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു എന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നോക്കാം. മെയിൻറ്റെയിനിങ് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വളരെ സിമ്പിളാണ്. ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആൻഡ് ദ ഐറ്റംസ് പ്രസൻറ്റ് ഇൻ മസ്റ്റ് ബി ലേബിൾഡ് നീറ്റ്ലി. ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റണം. കാരണം ഇതെടുത്ത് പെരുമാറുന്നവൻ നല്ല അറിവുള്ള ഒരാൾ ആകണമെന്ന് ഇല്ല. മനസ്സിലായില്ലേ? ആര് വേണം എടുത്ത് പെരുമാറാം. ഇറ്റ് മസ്റ്റ് പ്ലേസ്ഡ് അറ്റ് ആൻ ആക്സസിബിൾ പ്ലേസ്. നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. അവസാനം മുറിവ് വന്നപ്പോൾ അയ്യോ എൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാനല്ലേ എന്ന് ഓടിക്കൊണ്ട് നടക്കരുത്. അത്രയേ ഉള്ളൂ. ദ ഐറ്റംസ് ഇൻ ദ കിറ്റ് മസ്റ്റ് ബി ചെക്ക്ഡ് ഫ്രം ടൈം ടു ടൈം ഫോർ റിപ്ലനിഷ്മെൻറ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് എക്സ്പയറി. നമ്മളിപ്പോൾ ഒരു ഓയിൻമെൻറ്റ് വാങ്ങിച്ചു വെച്ചു, അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ചിലപ്പോൾ ഇപ്പോഴൊന്നും ആവശ്യമില്ല, ഒരു വർഷം കഴിഞ്ഞാൽ ആവശ്യം. അപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അയ്യോ എക്സ്പയറി ആയിട്ടുള്ള സാധനം ഇരിക്കുന്നു, വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ക്ലീൻ ദ ഫസ്റ്റ് എയ്ഡ് എക്യുപ്മെൻറ്റ് ആഫ്റ്റർ എവറി യൂസ്. ഓരോ സമയത്തെ യൂസിന് ശേഷവും ട്രോക്കർ ആൻഡ് കാനുല ആവട്ടെ, അല്ലെങ്കിൽ നോസ് പ്ലെയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ സിസേഴ്സ് ആവട്ടെ, ഇതെല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെക്കാവൂ, അല്ലേ? അതുപോലെ അടുത്ത് നോക്കാം. മെഷേഴ്സ് ടു ബി ടേക്കൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം മെഷേഴ്സ് എന്തൊക്കെയാണ്. ട്രൈ ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് എ കേസ് ടു റൂൾ ഔട്ട് പോസിബിൾ കോസസ്. എന്തെങ്കിലും കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം, വാട്ട് എവർ ബി ദ പ്രോബ്ലം, അപ്പോഴത്തേക്കും നമുക്ക് എന്തോ ആയിക്കോട്ടെ, അപ്പോൾ പ്രൊലാപ്സ് ആവണമെങ്കിൽ എന്താണ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ, അല്ലേ? ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എൻഷുർ ആഡിക്വേറ്റ് വെന്റിലേഷൻ ആൻഡ് ഫ്രഷ് എയർ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഏരിയ. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഏരിയയിൽ ആഡിക്വേറ്റ് വെന്റിലേഷനും ഫ്രഷ് എയറും ഉറപ്പാക്കണം. അത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. അതുപോലെ ചെക്ക് ഫോർ ബ്ലീഡിങ് ഇമ്മീഡിയറ്റ്ലി. സിവിയർ ബ്ലഡ് ലോസ് ക്യാൻ ഈവൻ കോസ് ദ ഡെത്ത് ഓഫ് ദി അനിമൽ. ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കണം. നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറയാം. കാരണം ബ്ലീഡിങ് ഒറ്റ കാരണം കൊണ്ട് മാത്രം അനിമൽ ചത്തുപോകാൻ
സാധ്യതയുണ്ട്. അതുപോലെ പ്രൊവൈഡ് ഇനഫ് വാംത് ടു ദ ആനിമൽ ടു പ്രിവെന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. അത്യാവശ്യത്തിനൊരു വാംത് കൊടുക്കണം അല്ലേ, ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വാംത് കൊടുക്കണം. അതിൽ എൻഷുർ ദാറ്റ് ദ ആനിമൽസ് പോസ്ചർ ഈസ് കംഫർട്ടബിൾ, കിടക്കുന്നത് നല്ല രീതിക്കാണ് എന്ന് ഉറപ്പാക്കണം. ആൾ ഓപ്പൺ വൂണ്ട്സ് മസ്റ്റ് ബി ഡ്രസ്ഡ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ്. ഓപ്പൺ വൂണ്ട് അങ്ങനെ വിടാൻ പാടില്ല, അത് പരിപാടിയെല്ലാം കഴിഞ്ഞാൽ എന്താണ് അതിനെ ഡ്രസ്സ് ചെയ്യണം, വൂണ്ട് ഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫെക്ഷൻസ് ബാക്ടീരിയ സ്പോറുകളൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ജനറലായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. കൃത്യമായിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ കോമൺ ഫീൽഡ് ആൻറ്റിഡോട്ട് ഫോർ പോയിസണിങ് ഇൻ അനിമൽസ്? നമുക്കറിയാം ഏതാണ്, ക്രഷ്ഡ് കോളാണ് അല്ലേ, ക്രഷ്ഡ് കോളാണ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പർഗേറ്റീവ്സ് ഉപയോഗിക്കാം, അത് ആൻറ്റിഡോട്ട് ആയിട്ടല്ല, ഇൻ കേസ് ഓഫ് ഓറൽ റൂട്ട് ഓഫ് പോയിസണിങ്ങിൽ ഉപയോഗിക്കാം. അതുപോലെ വിച്ച് ഏജ് ഗ്രൂപ്പ് ഈസ് ജനറലി മോർ സസെപ്റ്റബിൾ ടു പോയിസണിങ്? നമുക്കറിയാം അസുഖങ്ങളും പോയിസണിങ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന യങ് ഗ്രൂപ്പിനെയാണ്, നമുക്കറിയാം അല്ലേ, സി ആണ് ഉത്തരം. അതുപോലെ വാട്ട് ഈസ് എ ടേം യൂസ്ഡ് ഫോർ എലിവേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ അബവ് 104 ഡിഗ്രി ഫാരൻഹീറ്റ്? എന്താ, ഹൈപ്പർ തെർമിയ എന്നാ പറയുന്നത് അല്ലേ, എന്താണ് ഹൈപ്പർ തെർമിയ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിംറ്റം ഓഫ് സൺസ്ട്രോക്ക് ഇൻ ആനിമൽസ്? സൺസ്ട്രോക്കിന്റെ സിംറ്റം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കോൾഡ് സ്കിൻ സൺസ്ട്രോക്കിന്റെ സിംറ്റം അല്ല എന്നുള്ളതാണ്. അതുപോലെ വാട്ട് ഈസ് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ ഇൻ എ ഹീറ്റ് സ്ട്രോക്ക് കേസ്? എന്താണ്, പോറിംഗ് കോൾഡ് വാട്ടർ ഓൺ ദ ബോഡി, വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുള്ളത്. അതുപോലെ ഇലക്ട്രോക്യൂഷൻ അനിമൽസ് ക്യാൻ റിസൾട്ട് ഫ്രം, എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ച്യൂയിങ് ഇലക്ട്രിക് വയേഴ്സ് ആണ് അല്ലേ, അതാണെങ്കിൽ നമുക്ക് ഇലക്ട്രോക്യൂഷൻ വരും. അതുപോലെ ഇലക്ട്രോക്യൂഷൻ ബൈ ലൈറ്റിംഗ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ, നമുക്കറിയാം എന്താണ്, ഇഞ്ചറി മാർക്സ് ആൻഡ് എൻവയോൺമെന്റ് ഡാമേജ് നോക്കിയിട്ടായിരിക്കും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അതുപോലെ ബേൺ ഇഞ്ചുറീസ് ഡ്യൂ ടു ഹോട്ട് ഫ്ലൂയിഡ്സ് ആർ നോൺ ആസ് സ്കാൽഡ് എന്നാണ് അറിയപ്പെടുക, നമുക്കറിയാം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ സിംറ്റം ഓഫ് ബേൺസ്? സിംറ്റം അല്ലാത്തത് എന്നാണ്, കോൾഡ് എക്സ്ട്രിമിറ്റീസ് അതിന്റെ സിംറ്റം അല്ല, ബാക്കി പെയിൻ ഉണ്ടാവും, റെഡ്നെസ് ഉണ്ടാവും, തേഴ്സ്റ്റ് ഉണ്ടാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഫ്രം സ്മാൾ ബ്ലഡ് വെസൽസ്? നമുക്കറിയാം എന്താണ്, ചിൽഡ് വാട്ടർ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് നമുക്ക് സ്മാൾ ബ്ലഡ് വെസൽസ് എന്നുള്ള ബ്ലീഡിംഗ് ഒഴിവാക്കാം. ഹോട്ട് ഓയിലൊന്നും അല്ല, ചൂട് ഉപയോഗിച്ച് ചെയ്യാം, അത് കോട്ടറൈസേഷൻ എന്ന് പറയും. ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു കൺട്രോൾ സിവിയർ ബ്ലീഡിങ് എന്താണ് വരുന്നത്, അപ്ലൈയിങ് പ്രഷർ തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ പ്രഷർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ബ്ലീഡിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ പ്രഷർ വെച്ച് അമർത്തി പിടിക്കും അല്ലേ, അതാണ്. അപ്പോൾ അടുത്ത വെച്ച് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് വൂണ്ട് ഷുഡ് നോട്ട് ബി സ്യൂച്ചേർഡ്? ക്ലീൻ വൂണ്ട് സ്യൂച്ചർ ചെയ്യാവുന്നതാണ്, ഇൻഫെക്റ്റഡ് വൂണ്ട് സ്യൂച്ചർ ചെയ്യാൻ പറ്റില്ല. സ്മാൾ കട്ടോ ലാസറേറ്റ് വൂണ്ടോ വേണമെങ്കിൽ സ്യൂച്ചർ ചെയ്യാം, ഇൻഫെക്റ്റഡ് വൂണ്ട് നമ്മൾ അങ്ങനെ പൊതുവെ സ്യൂച്ചർ ചെയ്യാറ് ഇല്ല അല്ലേ. അതുപോലെ വൈ ഷുഡ് വൂണ്ട്സ് നിയർ ജോയിൻറ്റ്സ് ബി ലെഫ്റ്റ് അൺസ്വിച്ചഡ്? എന്താണ്, മൂവ്മെൻറ്റിന് ഇൻ്റർഫറൻസ് അതിൻ്റെ ഒരു ഹീലിങ്ങിനെ ബാധിക്കും, അതുകൊണ്ട് ആണ് അത് സ്വിച്ചർ ചെയ്യാത്തത്. അതുപോലെ വാട്ട് മസ്റ്റ് ബി ട്രിംഡ് ഫ്രം വൂണ്ട് എഡ്ജസ്? എന്തൊക്കെയാണ്, ഹെയറും ടോൺ ടിഷ്യൂസിനെല്ലാം നമ്മൾ ട്രിം ചെയ്ത് കളയും, അല്ലെങ്കിൽ അത് ഉണങ്ങത്തില്ല. അതുപോലെ പസ് ഡ്രെയിനേജ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ്, എന്താണ്, സെക്രീഷൻ ബിൽഡപ്പ് തടയാൻ വേണ്ടിയാണ് പസ്സിന് ഡ്രെയിനേജ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അതുവഴി അകത്തുണ്ടാകുന്ന പസ് നമുക്ക് ഒലിച്ചു പോകും അല്ലേ. അതുപോലെ ആഫ്റ്റർ വൂണ്ട് കെയർ ദ അനിമൽ ഷുഡ് ബി, എന്തായിരിക്കണം, കെപ്റ്റ് ഇൻ എ ക്ലീൻ ഷെഡ്, നല്ല ക്ലീൻ ആയ സ്ഥലത്ത് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ യൂട്രൈൻ പ്രൊലാപ്സ് ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ, ആർക്കാണ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കാവിങ്ങിന് ശേഷം ഉണ്ടാവും അല്ലേ. അതുപോലെ വിച്ച് ഫാക്ടർ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് യൂട്രൈൻ പ്രൊലാപ്സ്? നമുക്കറിയാം കാൽഷ്യം ഡെഫിഷ്യൻസി എന്താണ് യൂട്രൈൻ പ്രൊലാപ്സിന് കാരണമാകുന്നുണ്ട് അല്ലേ. അതുപോലെ എ പ്രൊലാപ്സ്ഡ് യൂട്രസ് മസ്റ്റ് ബി കെപ്റ്റ്, എന്താണ്, റാപ്പിഡ് ആൻഡ് മോയിസ്റ്റ് അല്ലേ, പൊതിഞ്ഞ് വയ്ക്കണം, തണുപ്പിച്ച് വയ്ക്കണം, നനവോടെ വയ്ക്കണം. ട്രോക്രാൻ ക്യാനില ഇൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഈസ് യൂസ്ഡ് ഫോർ, എന്തിനു ഉപയോഗിക്കും, റിലീവിങ് ബ്ലോട്ടിന് വേണ്ടി ട്രോക്രാൻ ക്യാനിൽ ഉപയോഗിക്കുക. അതുപോലെ എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് വെക്കുന്നത്, എന്തുകൊണ്ടാണ്, ഫോർ എനർജി ആൻഡ് എമർജൻസി റിക്കവറി അല്ലേ. അതുപോലെ വാട്ട് മസ്റ്റ് ബി എൻഷുർഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഏരിയ? എന്തുണ്ടാവണം, വെന്റിലേഷൻ ആൻഡ് ഫ്രഷ് എയർ ഉണ്ടാവണം. അതുപോലെ വാട്ട് സിംറ്റംസ് മസ്റ്റ് ബി ചെക്ക്ഡ് ഫസ്റ്റ് ഇൻ എനി എമർജൻസി? ഏതാണ്, ബ്ലീഡിംഗ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ സ്കാൽഡ് എന്താണ്, ഹോട്ട് ഫ്ലൂയിഡ്സ് ഓർ സ്റ്റീം ഉണ്ടാകുന്ന മുറിവാണ് സ്കാൽഡ്. വിച്ച് ടൈപ്പ് ഓഫ് ബേൺ അഫക്ട്സ് ഡീപ്പർ സ്കിൻ ടിഷ്യൂസ്? 3rd ഡിഗ്രിയാണ് ഡീപ്പർ സ്കിൻ ടിഷ്യൂസിലേക്ക് പോകുന്നത്, നമുക്കറിയാം. അതുപോലെ വിച്ച് വൂണ്ട് സിംറ്റം മേ ഇൻഡിക്കേറ്റ് ഇന്റേണൽ ഡാമേജ്? നമുക്കറിയാം എന്താണ്, കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ഉണ്ടെന്നെങ്കിൽ ഇന്റേണൽ ഡാമേജ് നമുക്ക് ഉറപ്പാക്കാം. അതുപോലെ വിച്ച് അനിമൽസ് ആർ അറ്റ് ഹൈ റിസ്ക് ഫോർ പോസ്റ്റ് ഹാവിംഗ് യൂട്രൈൻ പ്രൊലാപ്സ്? ഓൾഡ് ആൻഡ് മാൾ നറിഷ്ഡ് അനിമൽസ് ആണ്, കാൽഷ്യം കുറവ് ഉണ്ടെങ്കിലും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് പോയിസണിങ് ഇൻ ഡയറി അനിമൽസ്. പോയിസണിങ് മേ ഒക്കർ ത്രൂ ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ ഓർ സ്കിൻ അബ്സോർപ്ഷൻ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ, എല്ലാ വഴിയും പോയിസണിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകാം. അപ്പോൾ ഒന്നുള്ളതെല്ലാം എടുക്കാം, ഇത് കളയാം. ക്രഷ്ഡ് കോൾ ഈസ് കോമൺലി യൂസ്ഡ് ആസ് യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് ഇൻ ദ ഫീൽഡ്, ശരിയാണ്, അതും ശരിയാണ്. ഓക്കെ, ഇത് കളയാം. ഓൺലി അഡൽറ്റ് മാത്രമല്ല കുഞ്ഞുങ്ങളും സസെപ്റ്റബിൾ ആണ്, അപ്പോൾ അത് കളയാം. ഉത്തരം എ ആയിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത് നോക്കാം.
ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സൺസ്ട്രോക്ക് ഇൻ ഡയറി ആനിമൽസ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ഡ്രോപ്പ് ഇൻ ബോഡി ടെമ്പറേച്ചർ ബിലോ. ആ തെറ്റ്, ഡ്രോപ്പ് അല്ല, ഹൈക്കാണല്ലേ. അപ്പോൾ അത് തെറ്റാണ്. തെറ്റല്ലേ വെച്ചിരിക്കുന്നത്. ഇത് കളയാം, ഇത് കളയാം. പോറിംഗ് കോൾഡ് വാട്ടർ ഈസ് ആൻ എഫക്റ്റീവ് എമർജൻസി ട്രീറ്റ്മെന്റ്. പോറിംഗ് കോൾഡ് വാട്ടർ എഫക്റ്റീവ്, ശരിയാണ് അല്ലേ, ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വരില്ല. ഗ്ലൂക്കോസ് ആൻഡ് കോൾഡ് വാട്ടർ മേ ബി അഡ്മിനിസ്ട്രേറ്റർ ഓറലി. ഗ്ലൂക്കോസ് ആൻഡ് കോൾഡ് വാട്ടർ ഓറലി കൊടുക്കാം, ശരിയാണ്. അപ്പോൾ സോറി ഇത് തെറ്റല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായതുകൊണ്ട് ഇത് നമുക്ക് വെട്ടാം. ഓക്കെ, ഇത് ഗുണമില്ല. സൺസ്ട്രോക്ക് കോസസ് ഹൈപ്പർതെർമിയ ആൻഡ് ഇൻക്രീസ് റെസ്പിറേഷൻ, ശരിയാണ്. അപ്പോൾ ഇത് വെട്ടാം, എ ആണ് ഉത്തരം അല്ലേ. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഇലക്ട്രോക്യൂഷൻ എലിമെന്റ്സ്. ഇലക്ട്രോക്യൂഷൻ ഇസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ ലൈറ്റ്നിങ് ഓർ ഇലക്ട്രിക് വയേഴ്സ്, ശരിയാണ്. അതുവഴിയൊക്കെ ഇലക്ട്രോക്യൂഷൻ ഉണ്ടാകാറുണ്ട്. ട്രൂ അല്ലേ വെച്ചിരിക്കുന്നത്. ഇത് കളയാം. ഡെത്ത് ഈസ് റെയർ ഇൻ ലൈറ്റ്നിങ് ഇൻഡ്യൂസ് ഇലക്ട്രോക്യൂഷൻ, തെറ്റാണ്. കൂടുതലും ഡെത്ത് ഉണ്ടാകാറുണ്ട്, ലൈറ്റ്നിങ് ഇൻഡ്യൂസർ ആകുമ്പോഴത്തേക്കും ഡെത്ത് ഉണ്ടാകാറുണ്ട്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കളയാം, ഇത് കളയാം, ഉത്തരം എ അല്ലേ. ഓക്കെ, അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ട്രീറ്റ്മെന്റ് ഓഫ് ബേൺസ്. ബേൺസ് ആർ നെവർ ലൈഫ് ത്രെട്ടനിങ് ഇൻ ആനിമൽസ്, തെറ്റാ. അപ്ലൈയിങ് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഈസ് ആൻ എസെൻഷ്യൽ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്പ്. ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഈസ് എസെൻഷ്യൽ, നമുക്ക് സംശയം ഉണ്ട്. അത് സ്കാൽഡിങ് ഈസ് കോസ്ഡ് ബൈ ഡ്രൈ ഹീറ്റ്, തെറ്റാ. തെറ്റല്ലേ വെച്ചിരിക്കുന്നത്. കിട്ടി, ഉത്തരം കിട്ടി, ഉത്തരയാണ് അല്ലേ. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് വൂണ്ട് കെയർ ഇൻ ആനിമൽസ്. അപ്ലൈയിങ് ചിൽഡ് വാട്ടർ ഹെൽപ്സ് ഇൻ കൺട്രോൾ ബ്ലീഡിംഗ് ഫ്രം സ്മാൾ വെസൽസ്, ശരിയാണ്. ചിൽഡ് വാട്ടർ വെച്ചാൽ സ്മാൾ വെസൽസ് എന്നുള്ള സാധനത്തിന് നമ്മൾ നിയന്ത്രിക്കാം. അപ്ലൈയിങ് ബോറിക് ആസിഡ് ഡസ്റ്റ് കോട്ടൺ ഈസ് അഡ്വൈസ്ഡ് ബിഫോർ ബാൻഡേജിങ്, ശരിയാണ്. ആൾ വൂൺസ് മസ്റ്റ് ബി സ്യൂച്ചേർഡ് റിഗാർഡ്ലെസ് ഓഫ് ഇൻഫെക്ഷൻ, തെറ്റാണ്. ഉത്തരം എ തന്നെയാണ് അല്ലേ. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് യൂട്രൈൻ പ്രൊലാപ്സ്. ഇറ്റ് ഓൺലി ഒക്കേഴ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിലല്ല യൂട്രൈൻ പ്രൊലാപ്സ് വരുന്നത്. പ്രഗ്നൻസിയിലും ചിലപ്പോൾ വന്നേക്കാം, പക്ഷേ അത് ആഫ്റ്റർ പ്രഗ്നൻസിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും സംശയം അവിടെ നിൽക്കട്ടെ. ഇറ്റ് മേ ഹാപ്പൻ ജസ്റ്റ് ആഫ്റ്റർ കാവിങ്. കാവിങ്ങിന് ശേഷം ഉണ്ടാകാം, അത് ശരിയാണ്. നോട്ട് ട്രൂ അല്ലേ വെച്ചിരിക്കുന്നത്. രണ്ട് സി വെട്ടിക്കളയാം. റാപ്പിംഗ് ദ മാസ് ഇൻ ദ വെറ്റ് ടവൽ ഈസ് റെക്കമെൻഡഡ്, ശരിയാണ്. അപ്പോൾ തെറ്റല്ലല്ലോ, നോട്ട് ട്രൂ. അപ്പോൾ 3 ശരിയായതുകൊണ്ട് ഇത് വെട്ടാം, ഇത് വെട്ടാം, ഉത്തരം എ. ഓക്കെ ആണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് വൂൺസ് നിയർ ജോയിൻസ്. നോക്കാം. ട്രൂ അബൌട്ട് വൂൺസ് നിയർ ജോയിൻസ്, ജോയിന്റുകളുടെ അടുത്തുള്ള വൂണ്ടുകൾ ബന്ധപ്പെടുത്തി. ദീസ് വൂൺസ് മസ്റ്റ് ആൾവേസ് ബി സൂച്ചേർഡ് ടൈറ്റ്ലി, തെറ്റ. അങ്ങനെ ടൈറ്റ്ലി സൂച്ചർ ചെയ്യാൻ പാടില്ല. ട്രൂ അല്ലേ വെച്ചിരിക്കുന്നത്. ഇത് വെട്ടാം, ഇത് വെട്ടാം. ദേ ഷുഡ് ബി ലെഫ്റ്റ് ഓപ്പൺ അൺലെസ് പ്രോപ്പർ ഡ്രെയിനേജ് ഇസ് പ്രൊവൈഡഡ്. ജോയിൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള സംഗതി അല്ല എഴുതിയിരിക്കുന്നത്. മറ്റൊരു നോക്കാം. മൂവ്മെൻറ്റ് ക്യാൻ ഇൻ്റർഫെയർ വിത്ത് ഹീലിംഗ്, അത് ശരിയാണല്ലേ. അപ്പോൾ ഇത് രണ്ടിലും ഉണ്ട്. വൂൺസ് ഇൻ ജോയിൻറ്റ് ഏരിയസ് മസ്റ്റ് ബി സ്യൂച്ചർ വിത്ത് എക്സ്ട്രാ കെയർ, അത് തെറ്റാണ്. സ്ട്രെച്ചർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ആണ് ഉത്തരം. ഉത്തരം എ ആയിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് വൂണ്ട് മാനേജ്മെന്റ്. വൂണ്ട് മാനേജ്മെന്റ് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന നോക്കാം. ഹെയർ എറൗണ്ട് ദ വൂണ്ട് മസ്റ്റ് ബി ലെഫ്റ്റ് അൺടച്ച്ഡ് ടു പ്രൊട്ടക്ട് ദ സ്കിൻ, തെറ്റ്. ഹെയർ കട്ട് ചെയ്ത് കളയണം അല്ലേ. ഫോറിൻ പാർട്ടിക്കിൾസ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ വൂണ്ട് ഏരിയ, ശരി. ഇൻഫെക്റ്റഡ് വൂൺസ് മസ്റ്റ് ബി ക്ലോസ് വിത്ത് സൂച്ചേഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഇൻഫെക്റ്റഡ് വൂണിന് അങ്ങനെ ക്ലോസ് ചെയ്യാൻ പാടില്ല, തെറ്റാ. ഉത്തരേ. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫോർ ഡയറി ആനിമൽസ്. ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ എ ഡ്രൈ ക്ലീൻ ആൻഡ് ആക്സസബിൾ പ്ലേസ്, ശരിയാണ് അല്ലേ. നല്ല ക്ലീൻ ആയ ഡ്രൈ ആണ് സ്ഥലത്ത് വെച്ചേക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ഫ്ലൈ റിപ്പലൻസ് ആൻഡ് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ, അത് രണ്ടും ആവശ്യമുണ്ട്. ഫ്ലൈ റിപ്പലൻസും ആന്റിസെപ്റ്റിക് സൊല്യൂഷനും ആവശ്യമുണ്ട്, ശരിയാണ്. തെർമോമീറ്റർ ആൻഡ് സിറിഞ്ചസ് ആർ ഓപ്ഷണൽ ആൻഡ് നോട്ട് റിക്വയർഡ്, തെറ്റാണ്. തെർമോമീറ്റർ സിലിണ്ടറും വേണം. അപ്പോൾ ഉത്തരം എ ആയിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ഇലക്ട്രോക്യൂഷൻ. ഇറ്റ് ആൾവേസ് റിസൾട്ട് ഇൻ ഇൻസ്റ്റന്റ് ഡെത്ത്, അങ്ങനെയൊന്നുമില്ല അല്ലേ. എപ്പോഴും ചാവണമൊന്നുമില്ല, അപ്പോൾ തെറ്റാണ്. ആന്റിബയോട്ടിക് ക്രീംസ് മേ ബി യൂസ്ഡ് ഓൺ ഇലക്ട്രോക്യൂഷൻ വൂൺസ്, നമുക്കൊരു സംശയം കിടക്കുന്നവിടെ നിൽക്കട്ടെ. അനിമൽസ് ക്യാൻ റിക്കവർ ഫ്രം മൈൽഡ് ഇലക്ട്രിക് ഷോക്ക്, ശരിയാണ്. ദ ഷോക്ക് സിവിയർ ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് എക്സ്പോഷർ, അതും ശരിയാണ്. നോട്ട് ട്രൂ അല്ലേ വെച്ചിരിക്കുന്ന. അപ്പോൾ ഈ 3 ശരിയാണെന്ന് പറഞ്ഞാലെല്ലാം വെട്ടാലോ, തെറ്റാണെന്ന് വെട്ടാലോ. 2ൻ്റെ കാര്യം 1 തെറ്റ്, അപ്പോൾ ഇത് കളയാം. അപ്പോൾ നമുക്കൊരു സംശയം വന്നു, 1, 2 ആണോ 1 ആണോ എന്ന്. ആൻറ്റിബയോട്ടിക് ക്രീംസ് മേ ബി യൂസ് ഇൻ വൂണ്ടുകളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാം, ശരിയാണ്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് ഉത്തരവായിട്ട് എടുക്കാം അല്ലേ.